നിങ്ങൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള URL ഉണ്ടാവും. ആ URL ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ സൈറ്റ് ഇങ്ങനെ ഓപ്പൺ ആവും. ഞാൻ ഇതിലേക്ക് ലോഗിൻ ചെയ്തിട്ടില്ല. ലോഗിൻ ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ട് നമുക്കറിയാം, ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ടോപ്പിൽ ലോഗിൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. അതിൽ ഞെക്കുമ്പോഴത്തേക്ക് ഞെക്കി കഴിയുമ്പോഴത്തേക്ക് ഇതേപോലുള്ള ഒരു വിൻഡോ ഓപ്പൺ ആവും. അതിൽ അഡ്മിൻ ആൻഡ് പാസ്വേഡ് ഞാൻ സേവ് ഇതിൽ തന്നെ റിമെമ്പർ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എന്നുള്ളത് കമന്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് അവിടെ വരും. അപ്പൊ എനിക്കിവിടെ ഓൾറെഡി ഉണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. അപ്പൊ നമ്മൾ ഇപ്പോൾ എൻ്റർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ സൈറ്റ് ആണ്. അപ്പോൾ ഐ തിങ്ക് എവരി ഹാസ് entered യുവർ സൈറ്റ്. നമ്മളുടെ ഓരോരുത്തർക്കും ഓരോ LMS ഇപ്പൊ നമ്മൾ ക്രിയേറ്റഡ് ആണ്. ആ LMS-ലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് ഈ കോഴ്സ് കഴിയുമ്പോഴത്തേക്ക്, നമ്മളുടെ ഈ FTP കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ താല്പര്യമുള്ള വിഷയത്തിൽ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ഒരു LMS നിങ്ങൾ തയ്യാറാക്കി അത് സ്റ്റുഡൻസിന് യൂസ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ആക്കിയെടുക്കുക. ദാറ്റ് ഇസ് ദ ഔട്ട്കം. അതാണ് ഔട്ട്കം ബേസ്ഡ്. അപ്പൊ അതാണ് നമ്മളുടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ഞാൻ 4 കാര്യങ്ങൾ പറഞ്ഞു, ഓർമ്മയുണ്ടല്ലോ. ആദ്യത്തത് യൂസറിനെ ആഡ് ചെയ്യണം. അപ്പൊ LMS എല്ലാവരും ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡില് നമ്മൾ ഈ ഡാഷ്ബോർഡ്, സൈറ്റ് ഹോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമുക്ക് കുറെ ബട്ടൺസ് ഇവിടെ കാണാൻ കഴിയും. അതിലെ ഏറ്റവും താഴത്തെ ബട്ടൺ സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന ഒരു ബട്ടൺ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അതായത് ഞാൻ ഇവിടെ കർസർ വെച്ചിട്ടുണ്ട്, സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ. അതിൽ ക്ലിക്ക് ചെയ്യാം. സൈറ്റ് അഡ്മിനിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ സൈറ്റ് അഡ്മിനിസ്ട്രേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ വരും. അപ്പൊ ഇതില് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് അതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ നമ്മളുടെ ഈ സെഗ്മെന്റിൽ ഉൾക്കൊള്ളിക്കുന്നത്. ഫസ്റ്റ് ആ ബേസിക് സ്ട്രക്ചർ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനെ അങ്ങനെ പല രീതിയിലും എക്സ്പെരിമെന്റ് ചെയ്യാം. ബിക്കോസ് നത്തിങ് വിൽ ഹാപ്പൻ. അവസാനം നമുക്ക് ഇതിനെ ഡിഫോൾട്ട് സെറ്റിംഗിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പൊ ബേസിക് സെറ്റിംഗ് മാത്രമാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഡു, നമ്മൾ യൂസറിനെ ആഡ് ചെയ്യാം. അപ്പൊ ഈ യൂസേഴ്സിനാണ് സ്റ്റുഡൻസിനെ നമ്മൾ യൂസറായിട്ട് ആഡ് ചെയ്യാം. ഈ യൂസേഴ്സിൽ നിന്നാണ് നമ്മൾ സ്റ്റുഡൻസിന്റെ എന്നുള്ള റോളിലേക്കോ, അല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് എന്റെ ഈ പറയുന്ന LMS മറ്റൊരു ടീച്ചർ റോളിൽ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആദ്യം ടീച്ചറിനെ യൂസറായിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോ ഇതിന്റെ അകത്ത് നമ്മൾ അഡ്മിൻ റോളിലാണ്. നിങ്ങൾ ഓണർ ആയ നമ്മൾ ഓരോരുത്തരും അഡ്മിൻ ആണ്. നമ്മൾക്ക് വേണമെങ്കിൽ വേറെ ഒരു യൂസറിനെ ടീച്ചറായിട്ട് എൻറോൾ ചെയ്യാം. അപ്പൊ ടീച്ചർ ആയിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ടീച്ചറിന് ഈ കോഴ്സിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഒരു പുതിയ കണ്ടന്റ് ആഡ് ചെയ്യാനൊക്കെ പറ്റും. സ്റ്റുഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ കണ്ടന്റ് ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ കൊടുത്തിരിക്കുന്ന കണ്ടന്റ് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമ്മൾ കൊടുത്തിട്ടുള്ള ടാസ്കുകളൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് സ്റ്റുഡന്റിന്റെ ലിമിറ്റേഷൻ. ടീച്ചർ ആണെങ്കിൽ ഈ സ്റ്റുഡന്റ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളോടൊപ്പം തന്നെ ഈ കോഴ്സിലേക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ മാനേജർ എന്ന് പറയുന്ന റോളിൽ നമുക്ക് ഒരാളെ ഇതിൽ ചെയ്യാം. മാനേജറിന്റെ റോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കോഴ്സ് ക്രിയേറ്റ് ചെയ്യാനും യൂസറിനെ ആഡ് ചെയ്യാനൊക്കെ പറ്റും. അഡ്മിന് എല്ലാം ഇതുകൊണ്ട്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഇപ്പൊ ശ്രദ്ധിക്കാൻ പോകുന്നത് അഡ്മിന്റെ റോളിൽ നിന്നിട്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോ ഇതിൽ ആരെ ആഡ് ചെയ്യണമെങ്കിലും, മറ്റേ കാറ്റഗറിയിൽ ആരെ ആഡ് ചെയ്യണമെങ്കിലും ഇവരെ ആദ്യം ആഡ് ചെയ്യുന്നത് ഒരു യൂസറായിട്ടാണ് ഇവരെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുണ്ടോ, അപ്പൊ ഇത് സൈറ്റ് അഡ്മിനിസ്ട്രേഷനിലാണ് ഇപ്പൊ ഇത് കിടക്കുന്നത്. അതിൽ യൂസർ എന്ന് പറയുന്ന രണ്ടാമത്തെ ടാബ് ക്ലിക്ക് ചെയ്യാം. നമ്മൾ പലവട്ടം റിപ്പീറ്റ് ചെയ്യില്ല. വി വിൽ ഗോ വിത്ത് ദിസ്. നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ചെയ്ത് പോവുക. നമുക്ക് ഇത്രയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതർവൈസ് വി വിൽ ലാഗ്. എന്നിട്ട് ഇവിടെ മൂന്നാമത്തെ ഇത് നോക്കുക, ആഡ് എ ന്യൂ യൂസർ എന്ന് പറയുന്നത്. ആ മൂന്നാമത്തെ ലിങ്ക് ആണ്. ആ മൂന്നാമത്തെ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ഈ യൂസർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കേണ്ട ഒരു ഒരു യൂസറിന്റെ ഫോറം ഉണ്ട്. അതില് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയും, ഒരു യൂസർ നെയിം കൊടുക്കണം. കാര്യം ഈ യൂസറിന് ഇപ്പൊ നമ്മൾ ഈ സൈറ്റിലേക്ക് കയറിയപ്പോൾ നമ്മൾക്കൊരു യൂസർ നെയിം ഉണ്ട്, അഡ്മിൻ. പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇപ്പൊ ഞാൻ എന്റെ ഒരു സ്റ്റുഡന്റിന്റെ പേരാണ് രവികുമാർ. രവികുമാർ എന്റെ സ്റ്റുഡന്റ് ആണ്. ആ രവികുമാറിനെ ഞാൻ സ്റ്റുഡന്റ് ആയിട്ട് എൻറോൾ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം രവികുമാറിനെ യൂസറായിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ രവികുമാറിന് എനിക്ക് ഒരു യൂസർ നെയിം കൊടുക്കണം. അപ്പോൾ അയാളുടെ യൂസർ നെയിം എനിക്ക് കൊടുക്കാവുന്നത് രവികുമാർ. അവിടെ യൂസർ നെയിമിന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് രവികുമാർ. അപ്പൊ യൂസർ നെയിമിന്റെ ഒരു പ്രത്യേകതയുണ്ട്. യൂസർ നെയിം നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സും ലോവർ കേസിലായിരിക്കണം, സ്മോൾ ലെറ്റേഴ്സിലായിരിക്കണം. അതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഒന്നും പാടില്ല, ഒറ്റ വാക്കായിട്ട് കൊടുക്കുക. ഞാനിപ്പോ രവികുമാർ, ഇനിയിപ്പോ രവികുമാർ വേറെ രവികുമാർ എന്ന 2 രവികുമാറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 01, 02 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ യൂസർ നെയിം യൂണിക് ആയിരിക്കണം. പല ആളുകൾക്കും പല യൂസർ നെയിം പാടില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇത് ആഡ് ചെയ്യുന്നത് മാനുവലി ആണ് ഇത് ആഡ് ചെയ്യുന്നത് യൂസർ നെയിം എന്നുള്ളത്. പിന്നീട് നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു യൂസർ നെയിം കൊടുക്കാം, ഒരു പാസ്വേഡും നമ്മൾ ഈ രവികുമാർ എന്ന് പറഞ്ഞ ആൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. കാര്യം ഈ ജിനോമിയോ സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് അയച്ചെന്ന കാര്യങ്ങൾ എന്താ? ഒന്ന് നമ്മുടെ സൈറ്റിന്റെ ലിങ്ക്, പിന്നെ ഒന്ന് യൂസർ നെയിം, പിന്നെ ഒന്ന് പാസ്വേഡ്. അപ്പോൾ നമ്മൾ ഒരു അഡ്മിനായിട്ട് ഒരു യൂസറിനെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് യൂസറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഈ 3 കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ സൈറ്റിന്റെ URL, അതാണ് ഇപ്പോൾ ഇവിടെ ഉള്ള ഈ പറയുന്ന ടെസ്റ്റ് സൈറ്റ് 123 ജിനോമിയോ. നിങ്ങൾക്ക് നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന ആ പേരിലുള്ള സൈറ്റിന്റെ പേര്, നിങ്ങൾ ആ യൂസറിന് കൊടുത്തിരിക്കുന്ന യൂസർ നെയിം, നിങ്ങളിപ്പോൾ ഇവിടെ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് എന്താണ് എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ചെയ്യാറ് എന്ന് പറയുന്നത് ഒരു യൂണിക് പാസ്വേഡ് അങ്ങോട്ട് സെറ്റ് ചെയ്യും. എല്ലാവർക്കും കോമൺ പാസ്വേഡ് ആയാലും കുഴപ്പമില്ല, യൂസർ നെയിം മാറുന്നുണ്ടല്ലോ. യൂസർ നെയിം മാറിക്കോളും, യൂസർ നെയിം മാറാം, യൂണീക്ക് ആവരുത്. പാസ്വേഡ് എന്നാൽ നമുക്ക് വേണമെങ്കിൽ തൽക്കാലം ആദ്യം സെറ്റ് ചെയ്യുമ്പോൾ യൂണീക്ക് ആയിട്ട് കൊടുക്കാം. എന്നിട്ട് സ്റ്റുഡന്റ് ഈ പാസ്വേഡിൽ എൻ്റർ ചെയ്തതിന് ശേഷം അവർക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്ത് അവരുടെ പാസ്വേഡിൽ ആക്കാം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി പാസ്വേഡിന്റെ അവിടെ ഒരു പെൻ ഐക്കൺ ഇല്ലേ, ആ പെൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അവിടെ ഈ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാസ്വേഡ് 8 ക്യാരക്ടർ ഉണ്ടായിരിക്കണം. 8 ക്യാരക്ടർ ഉണ്ടായിരിക്കണം. അതില് ഒരു ക്യാരക്ടർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. മിനിമം ഒരു ക്യാപിറ്റൽ ലെറ്റർ എങ്കിലും ഉണ്ടാവണം, ഒരു സ്മോൾ ലെറ്റർ ഉണ്ടാവണം, ഒരു സ്പെഷ്യൽ കേസ് ലെറ്റർ ഉണ്ടാവണം. അതായത് അറ്റ് എന്നൊക്കെ പറയുന്നത്, ജിമെയിൽ എന്നൊക്കെ പറയുന്ന അറ്റ് എന്നൊക്കെയുള്ള സ്പെഷ്യൽ കേസ്. അപ്പൊ ഞാൻ സാധാരണ ഡിഫോൾട്ട് ആയിട്ട് ചെയ്യാറുള്ളത് ഇങ്ങനെ കൊടുക്കും. അതായത് നിങ്ങൾക്ക് ഇത് ഞാൻ കൊടുക്കുന്ന പാസ്വേഡ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് കൊടുത്താൽ മതി. അപ്പൊ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ കൊടുക്കുന്ന പാസ്വേഡ്. ഇതുണ്ട്, ക്യാപിറ്റൽ LMS. അപ്പൊ അവിടെ ക്യാപിറ്റൽ ലെറ്റർ ഉണ്ട്, ക്യാപിറ്റൽ LMS അറ്റ്. അപ്പൊ 4 ലെറ്റർ ആയില്ല, 1 2 3 4, പിന്നെ 1 2 3 4. അപ്പൊ മൊത്തം എത്രയും LMS@1234 എന്ന് പറഞ്ഞ് കൊടുത്തു. ഞാനത് റിവീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തത് യൂസർ നെയിം, പിന്നീട് പാസ്വേഡ് കൊടുത്തു. പിന്നീട് ഇവിടെ ഈ റെഡ് മാർക്കുള്ള 3 എണ്ണം നമ്മൾ കമ്പൽസറി ആയിട്ട് കൊടുത്തിരിക്കണം. ബാക്കിയുള്ളതൊന്നും കൊടുത്തില്ല. ഇപ്പൊ നമ്മൾ ആഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. യൂസർ നമ്മൾ കൊടുക്കുന്ന ഈ ഡീറ്റെയിൽസ് വെച്ച് ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് വേണമെങ്കിൽ അവരുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്യാം. അപ്പൊ അതിൽ സെറ്റ് ചെയ്യാം. ഇത്രയും മാത്രം കൊടുക്കുക. ഫസ്റ്റ് നെയിം നമ്മളുടെ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക, രവി. സെക്കൻഡ് നെയിം കുമാർ. ഇവരുടെ ഇമെയിൽ ID കൊടുക്കുക, ഇമെയിൽ ID. ഇപ്പൊ തൽക്കാലം നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ഞാനിങ്ങനെ rv@gmail.com. അപ്പൊ ഇത് കൃത്യമായിട്ട് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ നമ്മളുടെ കറസ്പോണ്ടൻസ് ഒക്കെ ആ മെയിലിലോട്ട് ചെന്നോളും. ഇനി നമ്മൾ ഈ പറയുന്ന ഇമെയിൽ ID, ഈ പറയുന്ന പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സിസ്റ്റം തന്നെ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ട് ഈ ഇമെയിലിലേക്ക് അയക്കും. അപ്പൊ ഇവിടെ തൽക്കാലത്തേക്ക് മാനുവലായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇമെയിലും പാസ്വേഡും കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇമെയിൽ ഡിസ്പ്ലേ ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റുഡന്റിന്റെ ഇമെയിൽ യൂസേഴ്സ് ലിസ്റ്റിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. ചിലവർക്ക് അത് താല്പര്യം ഉണ്ടാവില്ലെങ്കിൽ നമുക്കത് ഡിസ്പ്ലേ ചെയ്യാണ്ട് വെക്കാം, ഹൈഡ് ചെയ്യാം. ചില സ്റ്റുഡൻസിന് അവരുടെ ഐഡന്റിറ്റി ഗ്രൂപ്പിൽ റിവീൽ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അവിടെ ഹൈഡ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് നോക്കിക്കൊള്ളുക. ഈ യൂസറിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. യൂസറിന്റെ ഒരു ഫോട്ടോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ടാൽ മതി. ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിലിവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന ഫയൽ ബ്രൗസ് ചെയ്തിട്ട് ആ ഫോട്ടോ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ യൂസറിന്റെ ഫോട്ടോ വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. പിന്നീട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഓപ്ഷനിലാണ്, നമുക്ക് അവിടെ അത്ര ഡീറ്റെയിൽസ് ആയിട്ട് പോകണ്ട. ക്രിയേറ്റ് യൂസർ എന്ന് കൊടുക്കുക.
അപ്പൊ അവിടെ ഈ പറയുന്ന ആള് രവികുമാർ എന്ന് പറയുന്ന ആള് അവിടെ ഇതുണ്ടോ, രവികുമാർ നമ്മൾ കൊടുത്ത രവികുമാർ ഇവിടെ കണ്ട രവികുമാർ rv@gmail.com എന്ന് പറയുന്ന എനിക്ക് നേരത്തെ 32 യൂസർ ഉണ്ടായുള്ളൂ, ഇപ്പൊ 33 യൂസർ ക്രിയേറ്റഡ് ആയി. അപ്പൊ നിങ്ങള് ഇപ്പോൾ നിങ്ങളുടെ സൈറ്റിൽ നിങ്ങൾ ഇഷ്ടമുള്ള ഇതേപോലെ ഒരു യൂസറിനെ അങ്ങോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ 2 യൂസറിനെ കാണും. ഒരു യൂസർ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്, നമ്മളുടെ പേരാണ് അവിടെ ഒരു യൂസർ. ഒരു യൂസർ എന്ന് പറഞ്ഞാൽ അഡ്മിൻ തന്നെ ഒരു യൂസറാണ്. അഡ്മിൻ ഈസ് ഓൾസോ എ യൂസർ. പിന്നെ നിങ്ങൾ ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന ഒരു യൂസറിന് അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഓൾ ടുഗദർ 2 യൂസേഴ്സ് ഉണ്ട്. കിട്ടിയല്ലോ? ജസ്റ്റ് ഒരു 1 മിനിറ്റ് കൊണ്ട് കൂടി ടൈം തരാം. ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് എസ് ഇട്ടേക്ക്, ഞാൻ നമുക്കത് ഓക്കെ. ഈ യൂസറിനെ ക്രിയേറ്റ് ചെയ്തു, നമുക്ക് ഒന്ന് സ്പീഡിൽ ചെയ്തോളൂ. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ഒരു ഇപ്പൊ ഒരു 100 പേരെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓരോരുത്തരെ എൻ്റർ ചെയ്ത് ആഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് പോകാം. അപ്പൊ ഈ യൂസേഴ്സ് ലിസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ അടുത്തത് കണ്ടോ, താഴെ ആ യൂസറിന്റെ ലിസ്റ്റ് ഞാൻ ഇങ്ങനെ എടുത്തു. ആ യൂസേഴ്സിന്റെ ലിസ്റ്റ് ഞാൻ എടുത്തപ്പോൾ അവിടെ ആഡ് ന്യൂ യൂസർ എന്ന് പറഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത യൂസറിനെ ആഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ 1 by 1 ആയിട്ട് ആഡ് ചെയ്യുന്നത് ഒരു ഹെക്ടിക് ആയിട്ടുള്ള ടാസ്ക് ആണ്. അപ്പോൾ അതിന് പകരം നമുക്ക് യൂസറിനെ ഗ്രൂപ്പായിട്ട് ആഡ് ചെയ്യാം. ഗ്രൂപ്പായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള മിനിമം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ യൂസർ നെയിം, ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, പാസ്വേഡ്, ഈ കാര്യങ്ങൾ ഒരു CSV ഫയലിൽ നമ്മൾ ആഡ് ചെയ്യണം. CSV ഫയൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും അറിയാവുന്നതാണ്, കോമ സെപ്പറേറ്റഡ് ഫയൽ. അതായത് എക്സൽ ഷീറ്റിൽ നമ്മൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എൻട്രി ചെയ്തിട്ട് എക്സൽ ഷീറ്റ് സേവ് ചെയ്യുന്നത് CSV ഫോർമാറ്റിൽ സേവ് ചെയ്യണമെന്നേ ഉള്ളൂ. CSV ഫോർമാറ്റിൽ നമ്മൾ ഒന്ന് സേവ് ചെയ്യണമെന്നുള്ളൂ. യു ജസ്റ്റ് സേവ് ഇറ്റ് ഇൻ CSV ഫോർമാറ്റ്. അപ്പോൾ അത് ഞാനൊന്ന് നമുക്കിവിടെ ഒന്ന് നോക്കാം. ഒരു CSV ഫയല് ഞാനിവിടെ ഒന്ന് എടുത്ത് കാണിക്കാം. ജസ്റ്റ് ഞാനൊന്ന് ഇവിടെ എടുത്ത് ഇത് കണ്ടോ, ഒന്ന് CSV ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിസ്റ്റത്തിലുള്ള എക്സൽ ഷീറ്റാണ്. എക്സൽ ഷീറ്റ് സേവ് ചെയ്യുന്നത് CSV എന്നുള്ള ഇതിലാണ്. അപ്പോൾ നിങ്ങൾ എക്സൽ ഷീറ്റ് തുറന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതില് എക്സൽ ഷീറ്റ് നിങ്ങൾ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഈ എക്സൽ ഷീറ്റില് ആദ്യത്തെ കോളത്തിന്റെ ഫസ്റ്റത്തെ ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റത്തത് എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ഈ കോളത്തിന്റെ ഹെഡറാണ്, ഹെഡർ. താഴെയാണ് ഈ 3 യൂസറിനെയാണ് ഞാനിപ്പോ തൽക്കാലം ഗ്രൂപ്പായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. 3 അല്ല, യു ക്യാൻ ആഡ് 100 or 300 or whatever it may be. തൽക്കാലം ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി 3 എണ്ണം ആഡ് ചെയ്യുന്നു. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ഓരോ കോളം ഹെഡർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. ഫസ്റ്റത്തെ കോളത്തിന്റെ ഹെഡർ യൂസർ നെയിം USERNAME സ്മോൾ ലെറ്ററിൽ ഈ പറയുന്ന സ്പേസ് ഒന്നും ഇല്ലാണ്ട് എഴുതുക. കാരണം ഇത് കൃത്യമായിട്ട് തന്നെ എഴുതണം. യൂസർ നെയിം. രണ്ടാമത്തെ കോളത്തിൽ ഫസ്റ്റ് നെയിം FIRSTNAME. സെക്കൻഡ് നെയിം അല്ല, ലാസ്റ്റ് നെയിം എന്നുള്ളതാണ്. ലാസ്റ്റ് നെയിം കാര്യം ഇതിന്റെ ടെംപ്ലേറ്റ് ആണ്. കാര്യം ഈ നമ്മളുടെ LMS ബാക്ക് എൻഡ് എന്ന് പറഞ്ഞാൽ PHP ആണ്. അപ്പൊ PHPയിലേക്ക് ഇതിന്റെ ഫംഗ്ഷനാലിറ്റി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് CSV ഫയലിലേക്കാണ്. അതുകൊണ്ടാണ് ഈ ഫയല് CSV ഫയൽ ആയിരിക്കണം എന്ന് പറയുന്നത്. എക്സലിനെ നമ്മളിങ്ങനെ സേവ് ചെയ്യാം. മൂന്നാമത്തത് ഇമെയിൽ. നാലാമത്തത് പാസ്വേഡ്. ഈ പാസ്വേഡ് ഞാൻ എല്ലാം സെയിം ആയിട്ടാണ് കൊടുക്കുന്നത്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു പാസ്വേഡ് കൊടുത്തു കഴിയുമ്പോൾ ഈ യൂസർ നെയിമും ഈ പാസ്വേഡും ഇട്ട് ഈ പറയുന്ന ആദ്യത്തെ വ്യക്തി തോമസ് ബെന്നി എന്ന ആള് ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ തോമസ് ബെന്നിക്ക് ചേഞ്ച് പാസ്വേഡ് പോയിട്ട് അയാൾക്ക് സ്വന്തമായിട്ടുള്ള പാസ്വേഡ് എടുക്കാം. അപ്പൊ നമ്മൾ ഓരോരുത്തർക്കും പാസ്വേഡ് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. യൂണിക് പാസ്വേഡ് അങ്ങോട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇത്ര എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ടൈം എടുത്തത് നിങ്ങളൊന്ന് എൻ്റർ ചെയ്യാൻ വേണ്ടിയാണ്. 2 പേരെങ്കിലും എൻ്റർ ചെയ്യുക. പിന്നെ ഇത് ഉണ്ടാവും, സേവ് ചെയ്യാൻ വേണ്ടി ഫയൽ, സേവ് ആസ്. ഞാൻ ഇപ്പൊ തൽക്കാലത്തേക്ക് സേവ് ചെയ്യുന്നത് ഇവിടെ തൽക്കാലത്തേക്ക് ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യുന്നത്. ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ,
ഫയൽ നെയിം ന്യൂ ലിസ്റ്റ് എന്നാണ് ഞാൻ ഫയൽ നെയിം. ഏത് നിങ്ങൾ ഇഷ്ടമുള്ള ഫയൽ നെയിം കൊടുത്തോളൂ. സേവ് ആസ്. ഇവിടെ കണ്ടോ ഈ ലിസ്റ്റ് കണ്ടോ? ഈ ലിസ്റ്റില് ഇതുണ്ടോ പല എക്സൽ ഷീറ്റ്, ഇങ്ങനെ പല പല ഫോർമാറ്റ് ഉണ്ട്. എക്സൽ ഷീറ്റ് അതില് കോമ ഡിലിമിറ്റഡ് ഫയൽ CSV ഫോർമാറ്റ്. CSV കോമ ഡിലിമിറ്റഡ്, ഇതാണ് CSV കോമ ഡിലിമിറ്റഡ് ഫോർമാറ്റ്. ആ ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടത്. എക്സൽ ഷീറ്റിലെ ഫോർമാറ്റിലല്ല. എക്സൽ ഷീറ്റ് ആണെങ്കിൽ XLX എന്നുള്ള എക്സ്റ്റൻഷൻ ആയിരിക്കും വരുന്നത്. ഇവിടെ ഈ ഫോർമാറ്റിലാണ് സേവ് ചെയ്യേണ്ടത്. അപ്പൊ ഫയൽ ഓൾറെഡി എക്സിസ്റ്റ്, ഡു യു വാണ്ട് ടു റീപ്ലേസ്? അപ്പൊ ഓൾറെഡി ഞാൻ സേവ് ചെയ്തത് അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ റീപ്ലേസ് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പൊ നിങ്ങൾ അങ്ങനെ സേവ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. കണ്ടോ, ഇപ്പൊ ഇതാണ് ഞാനിവിടെ സേവ് ചെയ്തിട്ടുള്ള ഫയൽ. കണ്ടോ, ന്യൂ ലിസ്റ്റ്. ഞാനത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിന്റെ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റും. അത് ഈ ഫയൽ ടൈപ്പ് എന്ന് പറയുന്നത് CSV ഫയലാണ്, .CSV. അതൊന്നും എടുത്ത് നോക്കണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആ ഫയൽ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ തിരിച്ച് നമ്മളുടെ ആ പോർട്ടലിലേക്ക് ചെന്നു. നമ്മളുടെ പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മൂഡൽ സൈറ്റിലേക്ക് ചെന്നു. അപ്പൊ ആദ്യം ഞാൻ സിംഗിൾ യൂസർ ആയിട്ട് ആഡ് ചെയ്തു. സിംഗിൾ യൂസർ ആയിട്ട് ആഡ് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പായിട്ട്. അപ്പൊ ഞാൻ 3 പേരെ ഞാൻ അതിൽ ഇട്ടിട്ടുള്ളൂ. 3 പേരാണ് അതിൽ ഞാൻ ഇട്ടിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് പേര്, ഒരു 100ഓ 50ഓ ഒരു എത്ര പേരെ വേണമെങ്കിലും ഒരുമിച്ച് വേണമെങ്കിൽ ആ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം എന്നുള്ളത്. അപ്പൊ അതിനും ഈ സെയിം പ്രൊസീജിയർ ആണ്. സൈറ്റ് അഡ്മിനിസ്ട്രേഷനിൽ പോവുക. നമ്മള് ആദ്യം സിംഗിൾ ആയിട്ട് യൂസറിനെ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോ ഗ്രൂപ്പ് ആയിട്ടാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അവിടെ യൂസേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഇതിലാണ് നമ്മൾ ചെല്ലേണ്ടത്. യൂസേഴ്സ് കണ്ടോ, നിങ്ങൾ അവിടെ എടുത്തിട്ടുണ്ടാവും യൂസേഴ്സ്. ഇത് നമ്മൾ ആദ്യം യൂസർ ആഡ് ചെയ്തപ്പോൾ എടുത്തിട്ടുള്ള അതേ ഡ്രോപ്പ് ഡൗണിലാണ്, അതേ ടാബിലാണ് നമ്മൾ പോയിരിക്കുന്നത്. യൂസേഴ്സ്, അല്ല യൂസേഴ്സിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഇവിടെ നിന്നാണ്. അപ്പൊ ഇവിടെ സിംഗിൾ ആയിട്ട് ചെയ്തത് ആഡ് യൂസർ എന്നാണ്. കുറച്ചുകൂടി താഴോട്ട് നിങ്ങൾ ചെന്ന് നോക്കി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കണ്ടോ, പ്രൊഫൈൽ ഫീൽഡ് കൊഹോർട്ട് അപ്ലോഡ് യൂസേഴ്സ്. അപ്പൊ ഗ്രൂപ്പ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക എന്നതാണ് അപ്ലോഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ലിങ്ക്. അതായത് ലാസ്റ്റ് ബട്ട് വൺ ലിങ്ക്. അതിൽ അപ്ലോഡ് യൂസേഴ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് യൂസേഴ്സ്. അപ്പൊ അപ്ലോഡ് യൂസേഴ്സ് ചോദിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് കണ്ടോളൂ. ഈ .CSV ഫയല് വേണം ഇവിടെ എടുത്തിടാൻ എന്നുള്ളതാണ്. അപ്പോ അത് വേണമെങ്കിൽ ഇവിടെ ചൂസ് ചെയ്യാം. ചൂസ് ചെയ്ത് കണ്ടോ, ആ ചൂസിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് ചൂസ് ഫയൽ. ആ ഡെസ്ക്ടോപ്പിലാണ് ഞാൻ അവിടെ സേവ് ചെയ്തിട്ടുള്ളത്. ആ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിരിക്കുന്ന ഫയല് ന്യൂ ലിസ്റ്റ് എന്ന് പറയുന്നതാണ്. ന്യൂ ലിസ്റ്റ് അതായത് പുതിയ ലിസ്റ്റ് എന്നുള്ളതിനാണ് ഞാൻ കൊടുത്തത്. അത് ഓപ്പൺ ചെയ്തിട്ട് അപ്ലോഡ് ദിസ് ഫയൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഫയല് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടോ, ന്യൂ ലിസ്റ്റ് എന്നുള്ള ഫയൽ അവിടെ വന്നിട്ടുണ്ട്. വേറെ ഒന്നും ചേഞ്ച് ചെയ്യണ്ട. അപ്ലോഡ് യൂസേഴ്സ് എന്ന് മാത്രം കൊടുത്താൽ മതി. അപ്പോ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി തരുന്ന ഒരു കാര്യമാണ് അപ്ലോഡ് യൂസേഴ്സ്. അവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്. കണ്ടോ, തോമസ് അല്ലെ, പ്രവീൺ, ആസ്ട്രിൻ, ഇതാണ് യൂസർ നെയിം, പാസ്വേഡ്, ഇതൊക്കെ ഓക്കെയാണ്, കുഴപ്പമില്ല. അപ്ലോഡ് യൂസേഴ്സ്. എന്നിട്ട് ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് എന്താ, അപ്ലോഡ് യൂസേഴ്സ് കൊടുത്തോളൂ, ഡിഫോൾട്ട് ആയിട്ട് കൊടുത്തോളൂ. അപ്പൊ ഈ ഫയൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂ. അപ്പോൾ അവിടെ ഫയലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് അവിടെ ചെന്നിട്ട് നോക്കാം. ഏതാ ആ യൂസേഴ്സ് എടുക്കുക. ബ്രൗസ് ലിസ്റ്റ് ഓഫ് യൂസേഴ്സ്. അവിടെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആളുടെ പേര് എന്ന് പറയുന്നത് സെക്കൻഡ് ഇതുണ്ടോ, തോമസ് നോട്ട് വൺ. അവസാനത്തത് തോമസ് നോട്ട് വൺ എന്ന് പറഞ്ഞ ഒരാളാണ് ആദ്യം നമ്മൾ ചെയ്തത്. തോമസ് ബെന്നി, ആ യൂസർ അവിടെ വന്നിട്ടുണ്ട്. നേരത്തെ 33 യൂസേഴ്സ് ആയിരുന്നു, ഇപ്പൊ 36 യൂസേഴ്സ് ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ആ 3 യൂസേഴ്സ് ഇതിലേക്ക് കയറി വന്നിട്ടുണ്ട്. കണ്ടോ, വേറെ ആദ്യത്തെ പേജിൽ എന്തായിരുന്നു, അപ്പൊ നമ്മൾ അവിടെ എടുത്തപ്പോൾ അപ്പൊ 36 യൂസേഴ്സ് എന്നുള്ള രീതിയിൽ
അതിന്റെ നെറ്റ് ഹലോ, ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലെ? ലെറ്റ് മീ സീ. അപ്പൊ ഇവിടെ യൂസേഴ്സിന്റെ ലിസ്റ്റ് എടുത്തു. അതിൻ്റെ അകത്ത് തോമസ് എന്നുള്ള ആളെ ഞാനിവിടെ കണ്ടു. തോമസ് എന്നുള്ള ഒരാളെ ഇവിടെ കണ്ടു. പിന്നീട് നമ്മളുടെ അടുത്ത നിങ്ങൾ ആ യൂസറിനെ ഒന്ന് ആഡ് ചെയ്തോളൂ, എന്നിട്ടൊന്ന് ചെക്ക് ചെയ്തോളൂ. കറക്റ്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ ഒന്ന് യെസ് എന്നുള്ളത് ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇട്ടോളൂ. ബൾക്കായിട്ട് ആഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ലല്ലോ? ഓക്കെ, വെരി ഫൈൻ. അപ്പൊ ഇതില് പ്രശ്നം വരാൻ പോകുന്നത് എന്ന് പറയുന്നത്, ഇപ്പൊ ചിലപ്പോൾ CSV ഫോർമാറ്റിലല്ല സേവ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഈ യൂസറിനെ എടുക്കില്ല. അപ്പൊ അത് സൂക്ഷിക്കുക. അപ്പൊ അതുകൊണ്ട് ചിലപ്പോ CSV ഫോർമാറ്റിൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഒരു ഫയല് നമ്മുടെ LMS-ലുണ്ട്. അതില് ഈ പറയുന്ന ഫസ്റ്റത്തെ ആ ഒരു കോളത്തിന്റെ ഇൻഡെക്സ് വളരെ വ്യക്തമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടി ഇപ്പോൾ ഉണ്ടെങ്കിൽ നോ ഇഷ്യൂസ്. ഈ ഫോർമാറ്റ് എക്സൽ ഷീറ്റിൽ CSV ഫോർമാറ്റിലേക്ക് സേവ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റ് അവിടെ അവൈലബിൾ ആണ്. ആ ടെംപ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി എടുത്ത് നോക്കാം. ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ ഡോണ്ട് ഹാവ് ടു വറി. അപ്പോ നമ്മളിവിടെ ചെയ്തിട്ടുള്ള ആദ്യത്തെ കാര്യം പൂർത്തീകരിച്ചു. അപ്പോൾ നമ്മളുടെ ഈ പറയുന്ന മൂഡിൽ സൈറ്റിലേക്ക് CSV ഫയല് നമ്മളുടെ LMS-ലുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് സേവ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടെംപ്ലേറ്റിൽ നേരെ യൂസർ നെയിം, ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ID, പാസ്വേഡ് കൊടുത്ത് സേവ് ചെയ്തിട്ട് നേരത്തെ അപ്ലോഡ് ചെയ്താൽ മതി. there is no issue. പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ യൂസറിനെ ആഡ് ചെയ്തു. അപ്പൊ നമ്മളുടെ ഒരു പാർട്ട് അവിടെ കഴിഞ്ഞു. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഒരു കോഴ്സ് ആഡ് ചെയ്യണം. കോഴ്സ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ കാണിക്കാം, നമ്മുടെ ഡാഷ്ബോർഡ് കാണിക്കാം. ഇതുണ്ടോ? ഈ ഡാഷ്ബോർഡില് 2 കോഴ്സ് ഓക്കെ. ഈ ഡാഷ്ബോർഡിൽ ഇവിടെ 2 കോഴ്സുകളാണ് ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഇപ്പോൾ ഈ ഡാറ്റ അനലിറ്റിക്സ് വേണ്ട, ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷന്റെ ഒരു കോഴ്സ് എടുക്കുക. ഇതാണ് നമ്മൾ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷന്റെ ഒരു കോഴ്സ് ഞാൻ ഒന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സ് ഇതേപോലെ നമ്മൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു? അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷന്റെ കോഴ്സ് അല്ല, നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തില് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, ആ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ LMS-ൽ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും കൂടി ഉള്ളതായതുകൊണ്ട് ഞാൻ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖല ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് ഞാൻ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കിവിടെ കാണിക്കാം. അപ്പോൾ ആക്ച്വലി ഔട്ട്കം ബേസ്ഡ് എന്ന് പറഞ്ഞാൽ എൻഡ് എന്തായിരിക്കണം എന്നാണല്ലോ. അപ്പോ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ നേരത്തെ നമ്മൾ കണ്ടല്ലോ, ഇതേപോലുള്ള ഈ ഡാഷ്ബോർഡിൽ ഇവിടെ കണ്ടിട്ടുള്ള ഈ ഡാഷ്ബോർഡിൽ നിങ്ങളിവിടെ ശ്രദ്ധിച്ചില്ലേ? ഈ ഡാഷ്ബോർഡിൽ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ഇതേപോലെ ഒരു കോഴ്സിന്റെ ടെംപ്ലേറ്റ് വന്നു. ഈ ടെംപ്ലേറ്റിൽ കയറി കഴിയുമ്പോഴത്തേക്ക് ആ കോഴ്സിലുള്ള കണ്ടന്റ് ഇതേപോലെ എങ്ങനെ നമുക്ക് ലിസ്റ്റ് ചെയ്തെടുക്കാം, ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിന് ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന്, ഫസ്റ്റ് ആഡ് എ കോഴ്സ്. ഒരു കോഴ്സ് ആഡ് ചെയ്യണം. ഒരു കോഴ്സ് ആഡ് ചെയ്യണം. ആ കോഴ്സിലേക്ക് കണ്ടന്റും ആഡ് ചെയ്യണം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ യൂസറിനെ ആഡ് ചെയ്തു. അപ്പൊ ഇനി ചെയ്യാവുന്ന 2 കാര്യങ്ങൾ, ഒരു കോഴ്സിലേക്ക് ആഡ് ചെയ്യുന്നു, ആ കോഴ്സിലേക്ക് കണ്ടന്റ് ആഡ് ചെയ്യുന്നു. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം കോഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം കോഴ്സിന്റെ ആഡ് എ കോഴ്സ് എന്ന് പറഞ്ഞ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിലേക്കാണ് നമ്മൾ ഇതിൻ്റെ അകത്തെ മെറ്റീരിയൽസും റിസോഴ്സസും നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സെയിം സാധനം തന്നെ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുവാണ്. ഈ സെയിം സാധനം, അതായത് ഇതുപോലത്തെ ഒരു കോഴ്സ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ റിവൈസ്ഡ്. ഇതുപോലെ തന്നെ അപ്പൊ ഇത് തുറന്നു കഴിയുമ്പോൾ ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടോ? ഇതിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കണ്ടു. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ,
പിന്നെ ഇ ലേണിംഗ് 101 ഇൻട്രൊഡക്ഷൻ ടു ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ. പിന്നെ ആ കോഴ്സിന്റെ സിലബസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രസന്റേഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പല പല ഐറ്റം അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഓരോന്നും എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ്. ഒരു PDF ഫയൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു യൂട്യൂബിലുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അസൈൻമെന്റ് ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അസൈൻമെന്റ്. പിന്നെ ഒരു ക്വിസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് യൂണിറ്റിൽ ഇത്രയുമാണ്. ഈ 4 യൂണിറ്റ് ആയിട്ടാണ് ഈ കോഴ്സിനെ തിരിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇന്നിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതില് ചെയ്യേണ്ട കണ്ടന്റ് ആണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഒരു ഫോൾഡറിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങോട്ട് വലിച്ചിട്ടാൽ മതി. ഇനി സ്റ്റോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ഇതിനകത്ത് സിലബസ് എന്ന് പറഞ്ഞാൽ മൊത്തം സിലബസ് ഒന്നും എഴുതണ്ട, ഒരു PDF ഫോർമാറ്റിൽ സിലബസ് എന്നുള്ള ഒരു ടൈറ്റിൽ വെച്ചിട്ട് സേവ് ചെയ്താൽ മതി. ഒരു പ്രസന്റേഷൻ ആണെങ്കിൽ ആദ്യത്തെ ഒരു പ്രസന്റേഷൻ ഒന്നും ഇട്ടില്ലെങ്കിൽ ഒരു PPT ഇട്ടിട്ട് പ്രസന്റേഷൻ എന്ന് പറഞ്ഞ് സേവ് ചെയ്താൽ മതി. തൽക്കാലത്തേക്ക് നമ്മളുടെ ഇപ്പോഴത്തെ കൺസെപ്റ്റ് പ്രസന്റേഷന്റെ കണ്ടന്റ് അല്ല, പ്രസന്റേഷൻ എങ്ങനെ ഇതിലേക്ക് കയറ്റിയിടും. അപ്പൊ അതുകൊണ്ട് ടെൻഷൻ വേണ്ട, നിങ്ങൾ അതുപോലെ അങ്ങ് ചെയ്താൽ മതി. അപ്പൊ ഇത് ഒരു ഡമ്മി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്ന് മാത്രം കാണിക്കാൻ വേണ്ടി ഇതാണ് നമ്മളിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ തിരിച്ച് ഞാൻ ഇതിലേക്ക് വരാം. നമ്മളുടെ ഡാഷ്ബോർഡിലേക്ക് വന്നിട്ട് നമ്മൾ പോകാൻ പോകുന്നത് എല്ലാം ഈ സൈറ്റ് അഡ്മിനിസ്ട്രേഷനിലാണ് തുടങ്ങേണ്ടത്. സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ എടുക്കുക. നേരത്തെ യൂസറിനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ എടുത്തില്ലേ, അതേപോലെ തന്നെ സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ എടുക്കുക. സൈറ്റ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പൊ എടുത്തിട്ടുണ്ടാവും. അതിൽ നമുക്ക് വേണ്ടത് യൂസർ അല്ല, ഇനി കോഴ്സിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. കോഴ്സ്. അപ്പോൾ നിങ്ങൾ ആ സൈറ്റ് അഡ്മിനിസ്ട്രേഷനിൽ മൂന്നാമത്തെ ടാബായ കോഴ്സിലേക്ക് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഇതുപോലെ ഇതുണ്ടാവും. മാനേജ് കോഴ്സ് അല്ല, നാലാമത്തത് ആഡ് എ ന്യൂ കോഴ്സ് എന്ന് പറഞ്ഞ ലിങ്ക് ഉണ്ട്. ആഡ് എ ന്യൂ കോഴ്സ് എന്ന് പറഞ്ഞ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ആഡ് എ ന്യൂ കോഴ്സ് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ഫോം നമുക്ക് അവൈലബിൾ ആയിരിക്കും. യൂസറിനെ ആഡ് ചെയ്തപ്പോഴുള്ള ഫോം ഇല്ല, അതുപോലെ ഇവിടെ എന്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ഇതേപോലത്തെ ഫോം നമ്മൾ പൂരിപ്പിക്കണം. അപ്പൊ 1-2 പൂരിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും ഒരു 80% ഒരേപോലെ ആയിരിക്കും. കുറെ കാര്യങ്ങൾ സിമിലർ ആയിരിക്കും. അപ്പൊ അത് നമുക്ക് പിന്നെ ആദ്യത്തെ 1-2 എന്ത് ചെയ്യണം എന്നുള്ളത്. ഇനി ഇതില് പറഞ്ഞിരിക്കുന്ന ഈ ചുവന്ന റെഡ് മാർക്ക് ചെയ്തിട്ടുള്ളത് കമ്പൽസറിയാണ്. റെഡ് മാർക്ക് ചെയ്തിട്ടുള്ള ഫീൽഡ് കമ്പൽസറിയാണ്. മറ്റുള്ളത് കമ്പൽസറി അല്ല. മറ്റുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അറിയണമെങ്കിൽ ഒരു ചോദ്യചിഹ്നം കണ്ടോ, അതിന്റെ അടുത്ത് കർസർ പോകുമ്പോഴത്തേക്ക് അവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ടാവും. കണ്ട, ഹെൽപ്പ് വിത്ത് ദ കോഴ്സ് ഫുൾ നെയിം കണ്ട, ഇവിടെ വിത്ത് ദ കോഴ്സ് ഷോർട്ട് നെയിം. അപ്പൊ ഞാൻ ഇവിടെ ശ്രമിച്ചത് നമ്മൾ ഒരു ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷന്റെ മോഡലിലേക്ക് വരുവാണ്. അതായത് ആ OBE എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുള്ള ഇതാണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കോഴ്സ്. ഓൾറെഡി കോഴ്സിന്റെ ടെംപ്ലേറ്റ് ഉണ്ട്, അത് അതേപോലെ തന്നെ ഞാൻ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ കണ്ടിട്ടുള്ള കോഴ്സിന്റെ പേര്, ഫുൾ നെയിം ഓഫ് ദ കോഴ്സ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം, ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ. ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ റിവൈസ്ഡ്. കാര്യം ഓൾറെഡി ഒരു സിലബസ് അവിടെ കിടപ്പുണ്ടല്ലോ, ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ. ഇത് റിവൈസ്ഡ് വേർഷൻ എന്ന് നോക്കുക, ഒരു പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ കോഴ്സിന്റെ ഷോർട്ട് നെയിം എന്ന് പറയുമ്പോൾ OBE, ഷോർട്ട് ഫോം. ഷോർട്ട് നെയിം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ റിവൈസ്ഡ്, OBE റിവൈസ്ഡ് വേണമെങ്കിൽ ഒരു ഇങ്ങനെ കൊടുക്കാം, OBE ന്യൂ എന്ന് കൊടുക്കുക. അപ്പൊ ഇതായിരിക്കും നല്ലത്. അപ്പൊ OBE ന്യൂ. അപ്പൊ കണ്ടന്റ് സെയിം കാര്യങ്ങളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിന്റെ കണ്ടന്റിലേക്കല്ല, അതിലെ ഓരോ കാര്യങ്ങൾ എങ്ങനെ ഷോക്കേസ് ചെയ്യാന്നുള്ളതാണ്. OBE ന്യൂ. ഇനി അപ്പൊ ഇത് രണ്ടും കമ്പൽസറി ഫീൽഡാണ്. പിന്നെ വിസിബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട. വിസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു കോഴ്സ് വേണമെങ്കിൽ നമുക്ക് ഹൈഡ് ചെയ്തിടാം. ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോഴ്സ് സ്റ്റുഡന്റിന് കാണാൻ പറ്റില്ല. നമ്മൾ വിസിബിൾ ആക്കുമ്പോൾ മാത്രമേ ആ കോഴ്സ് സ്റ്റുഡന്റിന് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ സ്റ്റാറ്റസ് എന്തായിരിക്കണം, നമ്മൾ ഇപ്പോ ഈ മെയിലൊക്കെ കയറി കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ചാറ്റിൽ കയറി കഴിയുമ്പോഴത്തേക്ക് ആക്റ്റീവ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കോഴ്സിന്റെ സ്റ്റാറ്റസ് വിസിബിൾ ആണോ അല്ലെങ്കിൽ വേണ്ടേ, വിസിബിൾ ആയിട്ടിരിക്കട്ടെ, നമുക്ക് കോഴ്സിനെ കാണിക്കുക എന്നുള്ളതാണ്. ഇനി ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കോഴ്സ് എന്ന് മുതലാണ് ഓപ്പൺ ആവേണ്ടത്, കോഴ്സ് എന്ന് മുതലാണ് സ്റ്റുഡൻസിന് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടത്.
അതാണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. 24th സെപ്റ്റംബർ ഇത് നമുക്ക് വേണമെങ്കിൽ കോഴ്സ് വേണം. 24th സെപ്റ്റംബർ ഇന്ന് തൊട്ട് വേണമെങ്കിൽ അതിന്റെ സ്റ്റാർട്ട് ഡേറ്റ് ഇന്നലെ വേണമെങ്കിൽ ആക്കാം, കുഴപ്പമില്ല. അപ്പൊ 23-ാം തീയതി തൊട്ട് ഉള്ള ഇതാണ് ആ കോഴ്സ് അവൈലബിൾ. ഇന്ന് തൊട്ടാണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ കലണ്ടർ ഉണ്ട് കണ്ടോ, കലണ്ടറിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇതിന്റെ ഓരോന്നിടത്ത് ഫില്ല് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ബൈ ഡിഫോൾട്ട് കോഴ്സ് 1 കൊല്ലത്തേക്കാണ് അവൈലബിൾ ആവുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യാം. ഈ കോഴ്സ് വേണമെങ്കിൽ സെപ്റ്റംബർ 24 തൊട്ട് ഒക്ടോബർ 24 വരെയും 1 മാസത്തേക്ക് ഉള്ള കോഴ്സാണ് എന്ന് വിചാരിക്കുക. 1 മാസത്തേക്ക് കൊടുത്തു. അപ്പൊ അതിന്റെ അർത്ഥം ആ കോഴ്സ് അത് കഴിയുമ്പോഴത്തേക്ക് അവിടെ സ്റ്റുഡൻസിന് പിന്നീട് അത് ആക്റ്റീവ് അല്ല. അപ്പോൾ ആ കോഴ്സ് എത്ര പീരിയഡിലേക്ക് ആക്റ്റീവ് ആണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ കൊടുക്കാം. കോഴ്സ് ഐ ഡി നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴ്സ് ഐ ഡി എന്തെങ്കിലും ഒരു കോഴ്സ് ഐ ഡി കൊടുക്കാം. അതായത് OBE 1 2 3 4 അങ്ങനെ എന്തെങ്കിലും കോഴ്സ് ഐ ഡി കൊടുക്കാം. അത് തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ആ കോഴ്സിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഡീറ്റെയിൽസ് എന്താണ്, ദിസ് ഇസ് ആൻ ഇൻട്രൊഡക്ടറി കോഴ്സ്. അപ്പൊ ഞാൻ അവിടെ എഴുതുവാണ്, അതെ, ദിസ് ഈസ് ആൻ ഇൻട്രൊഡക്ടറി കോഴ്സ് in OBE, ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ. കൂടുതൽ ടെക്സ്റ്റ് ഒന്നുമല്ല നമുക്കിപ്പോ അപ്പൊ നമ്മളുടെ കോഴ്സിന്റെ താഴെ ലിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമായിരിക്കും അത്, ഇൻട്രൊഡക്ടറി കോഴ്സ് ഇൻ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഇനി ഈ കോഴ്സിന് ഒരു ഇമേജ്, അതായത് നമ്മൾ നേരത്തെ കണ്ടപ്പോൾ ഒരു കോഴ്സ് OBE എന്നൊക്കെ പറഞ്ഞ് ഒരു ഇമേജ് കണ്ടില്ലായിരുന്നോ? ഒരു ഇമേജ് കണ്ട് ആ ഇമേജ് നമ്മൾ ഏതെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇമേജ് എടുത്ത് കൊടുക്കുക. അതിന് ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് ഒരു ഇമേജ് ഇവിടെ എടുക്കാം. ഞാൻ നേരത്തെ ഒരു ഫോൾഡർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോൾഡർ ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫോൾഡറിന്റെ അകത്ത് ഒരു ഇമേജ് ഉണ്ട് കേട്ടോ. ഒരു ഇമേജ് ഞാൻ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇമേജ് എടുത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇമേജ് എടുത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ഞാൻ ഈ ഇമേജ് എടുത്ത് വെച്ചു. നിങ്ങൾ ഇവിടെ ചെന്ന് നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ, ഇതിൻ്റെ അകത്ത് എങ്ങനെ ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തന്നതുണ്ടോ? ആഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു. ഇതുണ്ടോ, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ബ്രൗസ് ചെയ്തിട്ട് ഈ ഇമേജ് എടുത്ത് ഇതിലിടാം. ഇല്ലെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഈ സാധനം ഇവിടെ തുറന്നു വെച്ചു, ഈ സംഗതി ഇവിടെ വെച്ചിട്ട് ഈ ഇമേജ് കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഇതിൽ കൊണ്ടിട്ടു. കണ്ടോ, ആ ഇമേജ് അതിൽ കൊണ്ടുപോയിട്ടു. അപ്പൊ ആ ഇമേജ് അവിടെ ആഡ് ചെയ്തു. കണ്ടോ, അതായത് ആ ഇമേജ് വെച്ചിട്ടുള്ള ഫോൾഡർ ഞാൻ ഇടത്ത് വശത്ത് തുറന്നു വെച്ചു, ഇപ്പുറത്ത് വെച്ചിട്ട് ആ ഇമേജ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കൺട്രോൾ ഞെക്കി, എന്നിട്ട് അതിൽ പിടിച്ചിട്ട് വലിച്ച് ഇതിലേക്ക് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് കൊണ്ട് കാര്യങ്ങൾ കഴിഞ്ഞുണ്ടോ. ഇല്ലെങ്കിൽ ഈ ഫയല് എടുത്ത് ക്ലിക്ക് ചെയ്തു, പിന്നെ ബ്രൗസ് ചെയ്തു, ഈ ഇമേജ് പോയിട്ട് ക്ലിക്ക് ചെയ്തു, ഓപ്പൺ ചെയ്തു, എൻ്റർ ചെയ്യുക. ഇത് ഇനി ഏതൊക്കെ ടൈപ്പ് ഇമേജുകളാണെന്നുള്ള അവിടെ പറഞ്ഞിട്ടുണ്ട്. ജിഫ്, JPEG, PNG ഇമേജസ് ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാം. പിന്നെ ഈ കോഴ്സിന്റെ ഫോർമാറ്റ് നമ്മൾ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3, യൂണിറ്റ് 4 എന്നുള്ള ഫോർമാറ്റ് കണ്ടു. ഇവിടെ നമുക്ക് ആ ഫോർമാറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ടോപ്പിക് ഫോർമാറ്റ്. അല്ലെ ചിലപ്പോൾ നമ്മൾ ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക് എന്നുള്ളതായിരിക്കും. അപ്പൊ വീക്ക്ലി ഫോർമാറ്റ്, ഇഷ്ടമുള്ള ഫോർമാറ്റ് തിരക്കുക. ഞാൻ എൻ്റെ കോഴ്സിൽ എത്ര സെക്ഷൻ വേണമെന്നുള്ളതാണ്. ഇവിടെ 4 സെക്ഷൻ ആണ്. നിങ്ങൾക്ക് എത്ര സെക്ഷൻ വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്യാം. അപ്പൊ കോഴ്സിന്റെ ഇങ്ങനെ കാര്യങ്ങൾ, അപ്പിയറൻസിന്റെ ഇതേപോലെ തന്നെ ഡിഫോൾട്ട് കീപ്പ് ചെയ്തോളൂ. ബാക്കി ഇതൊക്കെ പിന്നെ നമ്മൾ ഇപ്പൊ ബേസിക് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡിഫോൾട്ട് ആയിട്ട് മതി. സേവ് ആൻഡ് ഡിസ്പ്ലേ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോ സേവ് ആൻഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ കോഴ്സ് ഓൾറെഡി അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ആ കോഴ്സ് ഓൾറെഡി അവിടെ ഫോം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ, ആ കോഴ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡിൽ ചെന്നാൽ കാണാൻ പറ്റില്ല കേട്ടോ. ഡാഷ്ബോർഡിൽ ചെന്നാൽ ആ കോഴ്സ് കാണാൻ പറ്റില്ല. മറിച്ച് നമ്മൾ ആ സൈറ്റ് ഹോമിൽ ചെല്ലുക. സൈറ്റ് ഹോം, ഈ സൈറ്റിന്റെ ഹോമിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ആഡ് ചെയ്ത കോഴ്സ് അവിടെ മുകളിൽ വന്ന് കിടക്കുന്നുണ്ട്. ആ പുതിയതായിട്ട് ആഡ് ചെയ്ത കോഴ്സ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ റിവൈസ്ഡ് എന്ന് പറയുന്ന കോഴ്സ് അവിടെ ആ ടോപ്പിൽ വന്ന് കിടക്കുന്നുണ്ട്.
കണ്ടോ? ആ കോഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ കോഴ്സിന്റെ ഉള്ളിലേക്ക് കയറി എന്താ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ റിവൈസ്ഡ് ടൈറ്റിൽ വന്നു. അവിടെ അനൗൺസ്മെന്റ് ടോപ്പിക് 1, ടോപ്പിക് 2, ടോപ്പിക് 3, ടോപ്പിക് 4 ഇതിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എസ് തന്നേക്കട്ടോ. ഒരു എസ്. കോഴ്സിന്റെ ടെംപ്ലേറ്റ് ഉണ്ടാക്കി, ആ ടെംപ്ലേറ്റ് നിങ്ങൾ കണ്ടു ഉണ്ടോ? കുറെ എസ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് തുടർന്ന് പോകാം. ഞാൻ സ്ലോ ചെയ്ത് ഗ്യാപ്പ് ഇട്ടാണ് പോകുന്നത്, സോ ദാറ്റ് യു ക്യാൻ ഗോ അലോങ് വിത്ത്. സോ ദാറ്റ്സ് ഗുഡ്, ഫൈൻ. അപ്പൊ അവിടെ നമുക്ക് ഇത് കണ്ടു. ഇനി വേണ്ടത്, നിങ്ങൾ വിചാരിക്കും ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഒരു ഫ്രീ വേർഷൻ ആയതുകൊണ്ട് ഇതേപോലെ ആഡ്സ് ഇഷ്ടംപോലെ വരും. നിങ്ങൾ ക്ലോസ് ചെയ്തേക്കുക. ഈ ഡാഷ്ബോർഡ് ഈ സംഗതി വന്നില്ലല്ലോ. ഡാഷ്ബോർഡിൽ വന്നില്ല. ഈ പഴയ 2 ഉള്ളൂ, ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ റിവൈസ്ഡ്. പക്ഷെ സൈറ്റ് ഹോമിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതുണ്ട് 3 വന്നു. കാരണം ഡാഷ്ബോർഡിൽ വരണം എന്നുണ്ടെങ്കിൽ ഈ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുന്ന ആളുകൾ മാത്രമേ ഈ ഡാഷ്ബോർഡിൽ വിസിബിലിറ്റി കിട്ടുള്ളൂ. ഇപ്പൊ ഒരു സ്റ്റുഡന്റ്, ഇപ്പൊ നമ്മുടെ കയ്യിൽ 50 കോഴ്സുകളുണ്ട്. ഒരു സ്റ്റുഡന്റ് നമുക്ക് വേണ്ടത് 2 കോഴ്സാണ്. അപ്പൊ ഈ 50 കോഴ്സ് ഈ സ്റ്റുഡന്റിന്റെ ഡാഷ്ബോർഡിൽ വിസിബിൾ ആവില്ല. ഈ സ്റ്റുഡന്റിനെ ഏതൊക്കെ കോഴ്സിലാണോ എൻറോൾ ചെയ്യിക്കുന്നത് ആ കോഴ്സിലുള്ള ഡീറ്റെയിൽസ് മാത്രമേ ആ സ്റ്റുഡന്റിന്റെ ഡാഷ്ബോർഡിൽ വിസിബിൾ ആകുള്ളൂ. അപ്പൊ നമ്മൾ അഡ്മിൻ ആണെങ്കിൽ പോലും നമ്മളെ ആ കോഴ്സിലേക്കൊന്ന് എൻറോൾ ചെയ്താൽ മാത്രമേ ഡാഷ്ബോർഡിൽ വരുള്ളൂ. ഇപ്പൊ ഞാൻ അഡ്മിന്റെ ഡാഷ്ബോർഡാണ് എടുത്ത് നോക്കിയിട്ടുള്ളത്. ആ കോഴ്സിൽ വേറെ പാർട്ടിസിപ്പൻസിന് ആരും എൻറോൾ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോ കോഴ്സ് ക്രിയേറ്റ് ചെയ്തു. ആ കോഴ്സിന്റെ ആ ടെംപ്ലേറ്റ് ഇപ്പോൾ റെഡിയാണ്. അപ്പൊ നമ്മൾ ആ കോഴ്സിന്റെ ടെംപ്ലേറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ സൈറ്റ് ഹോമിൽ ചെല്ലുക. അവിടുന്ന് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ റിവൈസ്ഡ് എന്നുള്ളതിലേക്ക് ചെല്ലുക. റിവൈസ്ഡ് എന്നുള്ള ചെന്ന് നമ്മൾ അവിടെ ചെന്ന് നിന്നു. അപ്പൊ ഇനി ഒരു ചെറിയ കാര്യം നമ്മളിവിടെ പറയാം. അപ്പൊ ഒരാളെ എങ്ങനെ ഈ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം. അതായത് എൻറോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞ ഒരു സാധനം കണ്ടോ? പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്യുക. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ന്യൂ കോഴ്സ് OB ന്യൂ എന്ന് പറഞ്ഞ് അതിന്റെ താഴെയിൽ ഇതിലെ പാർട്ടിസിപ്പൻസ് ആരായിരിക്കണം എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ടൈം നോക്കുന്നത്, ടൈം ലാവിഷാണ്. പാർട്ടിസിപ്പൻസ് ആരായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ അവിടെ ഷോക്കേസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ കോഴ്സിലേക്ക് നമ്മൾ പാർട്ടിസിപ്പൻസിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് ആർക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഈ പാർട്ടിസിപ്പൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എൻറോൾ പാർട്ടിസിപ്പൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ആ പുതിയ കോഴ്സിലാണ് കേട്ടോ. കണ്ടോ? ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ റിവൈസ്ഡ്. ഈ കോഴ്സിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഞാൻ അഡ്മിൻ ആണ്. എനിക്ക് തീരുമാനിക്കാം ആരൊക്കെ ഈ കോഴ്സിലേക്ക് പ്രവേശനം നൽകണം. അതിന് ഞാൻ ഈ പാർട്ടിസിപ്പൻസിന്റെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2ാമത്തെ ബട്ടൺ പാർട്ടിസിപ്പൻസിന്റെ അവിടെ ഞാൻ ഞെക്കി. അപ്പോ അവിടെ പാർട്ടിസിപ്പൻസിന് ഈ റൈറ്റ് സൈഡിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, റൈറ്റ് സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ എൻറോൾ യൂസേഴ്സ് എന്ന് പറയുന്ന ഒരു ബട്ടൺ അവിടെ കാണാൻ കഴിയും. എൻറോൾ യൂസേഴ്സ് കണ്ടോ? എൻറോൾ യൂസേഴ്സ്. ആ എൻറോൾ യൂസേഴ്സ് എന്ന് പറയുന്ന ബട്ടണിൽ ഞാൻ ഞെക്കുന്നു. അപ്പോ ഇങ്ങനെ ഒരു സംഗതി തുറന്നു വരും. ഒരു വിൻഡോ പോപ്പപ്പ് ചെയ്യും. എൻറോൾ യൂസേഴ്സ്. അവിടെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, യൂസേഴ്സിനെ ഞാനൊന്ന് സെലക്ട് ചെയ്യുവാണ്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ പല യൂസേഴ്സ് കാണും. കണ്ടോ? ഞാൻ ഇതിൽ ആരെ എൻറോൾ ചെയ്യണം? ഞാൻ ആദ്യം തന്നെ എന്നെ തന്നെ ഒന്ന് എൻറോൾ ചെയ്യട്ടെ. സുനിൽ ജോ. അതുണ്ടോ? ഞാൻ അതായത് അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ അധികം യൂസേഴ്സിനെ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ 1-2 യൂസേഴ്സേ ഉണ്ടാവുള്ളൂ. ആ യൂസേഴ്സിനെ അവിടെ എൻറോൾ ചെയ്തു. കണ്ടോ? ഇനി ഇതിനോടൊപ്പം തന്നെ എനിക്ക് വേറെ ഈ തോമസ് ബെന്നി ഞാൻ പുതിയതായിട്ട് ആഡ് ചെയ്ത ആ പയ്യനെ ചേർക്കാം. പിന്നെ വേറെ ഇതുണ്ടോ? ഇതുണ്ട്, രവികുമാർ ഞാൻ ആഡ് ചെയ്താണ്. അപ്പൊ 3 പാർട്ടിസിപ്പൻസിനെ ഞാൻ ഈ കോഴ്സിലേക്ക് എൻറോൾ ചെയ്തു. ഓക്കെ, അപ്പൊ ഞാൻ എൻറോൾ ചെയ്തു എന്നുള്ള കൊടുത്തു. ഇനി ഇവർക്ക് എന്ത് റോളിലാണ് ഞാൻ ഇവരെ എൻറോൾ ചെയ്തിരിക്കുന്നത്? ഇവർക്ക് കൊടുക്കേണ്ട എന്ത് റോളാണ്? ഞാൻ ഇവരെ ആരായിട്ടാണ് എൻറോൾ ചെയ്യേണ്ടത്? ഇപ്പൊ ഇവരെ എൻറോൾ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു 4 റോളുകൾ ആണ് നമ്മൾ ഓരോ യൂസേഴ്സിനും കൊടുക്കേണ്ടത്. ആ റോളുകളെ പറ്റിയാണ് ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സ്റ്റുഡന്റ് ആയിട്ട് എൻറോൾ ചെയ്യാം.
സ്റ്റുഡന്റ് ആയിട്ട് എൻറോൾ ചെയ്താൽ അവർക്ക് നമ്മളുടെ കൊടുത്തിരിക്കുന്ന കോഴ്സിൽ A to Z ചെന്ന് കോഴ്സിലെ എല്ലാ കാര്യങ്ങളിലൂടെ കടന്ന് മെറ്റീരിയൽസ് ആക്സസ് ചെയ്യാനും ആ കോഴ്സിന് മാറ്റം വരുത്താൻ പറ്റില്ല. ടീച്ചർ ആയിട്ട് എൻറോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ടീച്ചറിന് കോഴ്സിൽ മാറ്റം വരുത്താം, സ്റ്റുഡന്റിനുള്ള എല്ലാ പ്രിവിലേജും പ്ലസ് കോഴ്സിൽ മാറ്റം വരുത്താം. ഇനി നോൺ എഡിറ്റിംഗ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് കോഴ്സിന് മാറ്റം വരുത്താൻ പറ്റില്ല, മറിച്ച് നമ്മൾ സ്റ്റുഡൻസിന് ചില റെസ്ട്രിക്ഷൻസ് വെക്കും. അതായത് ഇത്ര തീയതി തൊട്ടേ സ്റ്റുഡൻസിന് അവൈലബിൾ ആക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ നോൺ എഡിറ്റിംഗ് ടീച്ചേഴ്സ് ആണെങ്കിൽ ആ റെസ്ട്രിക്ഷന് ഓവർ റൂൾ ചെയ്യാൻ പറ്റും, അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും ലോ പ്രിവിലേജ് എന്ന് പറഞ്ഞ സ്റ്റുഡൻസിനാണ്. അതിന്റെ തൊട്ട് മുകളിലെ പ്രിവിലേജ് സ്റ്റുഡൻസിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന റെസ്ട്രിക്ഷൻസ് ഒക്കെ നോൺ എഡിറ്റിംഗ് ടീച്ചേഴ്സിന് ഓവർ റൂൾ ആക്കി കിട്ടും. ടീച്ചേഴ്സിന് നമ്മൾ കോഴ്സിൽ ആഡ് ചെയ്യാനും ഒക്കെയുള്ള പ്രിവിലേജ് കൊടുക്കാം. മാനേജർ നമുക്ക് അഡ്മിൻ ആണ് മാനേജറിന്റെ പ്രിവിലേജ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. യൂസറിനെ ആഡ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്മിൻ ചെയ്യാൻ പറ്റും. ഇതാണ് ഇത് റോൾ. അപ്പൊ ഇയാള് ഞാൻ ആരായിട്ടാണ് എൻറോൾ ചെയ്യുന്നത്? തൽക്കാലം ഞാൻ ഒരു സ്റ്റുഡന്റ് ആയിട്ടും കൂടി എൻറോൾ ചെയ്യണം. എൻറോൾ, അപ്പോ അവിടെ എൻറോൾ ചെയ്തു, കണ്ടോ? അപ്പോ ആ കോഴ്സ് ഇതാണ് എന്റെ കോഴ്സ്, ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ റിവൈസ്ഡ് കോഴ്സ്. ആ കോഴ്സിന്റെ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്? ഇതുണ്ടോ, ഈ കണ്ടോ, ഈ 3 പേരാണ് പാർട്ടിസിപ്പൻസ്. അപ്പൊ ഞാൻ ഈ തോമസ് ബെന്നിക്ക് യൂസർ നെയിമും പാസ്വേഡും എന്റെ ഈ പറഞ്ഞിട്ടുള്ള എന്റെ പേരിലുള്ള ഈ നമ്മളുടെ LMSന്റെ ലിങ്ക് അയച്ചു കൊടുത്താൽ തോമസ് ബെന്നിക്ക് എന്റെ ഈ പോർട്ടലിലേക്ക് കയറാൻ പറ്റും. കയറുമ്പോൾ എന്റെ മറ്റു 2 കോഴ്സും തോമസ് ബെന്നിക്ക് കാണാൻ പറ്റില്ല, ഈ പുതിയ കോഴ്സിലേക്ക് മാത്രം കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. ഇനി നമ്മൾ ഒരു കാര്യം ഒന്ന് നോക്കട്ടെ. ഈ പറയുന്ന ഡാഷ്ബോർഡിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം. കണ്ടോ, ഡാഷ്ബോർഡിലേക്ക് ഞാൻ നേരത്തെ ഞാൻ എന്നെ തന്നെ എൻറോൾ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഡാഷ്ബോർഡിലേക്ക് വരാഞ്ഞത്. കാര്യം ആ കോഴ്സിൽ ആരും എൻറോൾ ചെയ്തിട്ടില്ല. എൻറോൾ ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഡാഷ്ബോർഡിലേക്ക് കടന്നു വരുന്നത്. ഇനി ഇവിടെ ഈ 2 എണ്ണം വരുന്നിട്ടുള്ള പറഞ്ഞാൽ ഈ ഡാഷ്ബോർഡിലുള്ള കോഴ്സുകളൊക്കെ ഇതാണ് കോഴ്സുകൾ. ഈ 3 കോഴ്സുകളാണ് ഡാഷ്ബോർഡിൽ ഉള്ളത്, അതായത് എന്റെ ഈ പോർട്ടലിൽ ഉള്ളത്. ഇതില് എനിക്ക് ഈ ഇതുണ്ടോ, ഈ പറയുന്ന കോഴ്സാണ് റീസെന്റ് ആക്സസ്ഡ് കോഴ്സ്. ഈ കോഴ്സാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് എനിക്ക് തിരിച്ച് ആ കോഴ്സിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി കിട്ടിയെങ്കിൽ ഒന്ന് എസ് എടുത്തുള്ളൂ. കാര്യം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പോകുന്നത്. ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങളും എന്നോടൊപ്പം തന്നെ ചെയ്യുന്നു എന്നൊക്കെയാണ്. എസ്സുകൾ കുറെ വരുന്നുണ്ട്, കണ്ടോ. അപ്പൊ നേരത്തെ ഡാഷ്ബോർഡിൽ ആ OBE റിവൈസ്ഡ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ നമ്മൾ OBE റിവൈസ്ഡ് എന്ന് പറഞ്ഞ സംഗതി നമ്മൾ കൊണ്ടുവന്നു. അത് നമ്മൾ സ്റ്റുഡന്റ് ആയിട്ട് എൻറോൾ ചെയ്തപ്പോഴാണ്. അപ്പൊ ഇവിടെ നമ്മൾ 3 കാര്യങ്ങൾ കഴിഞ്ഞു. ഒന്ന്, ഇന്നത്തെ സെക്ഷന്റെ 3 കാര്യങ്ങൾ കഴിഞ്ഞു. ഒന്ന്, യൂസറിനെ ആഡ് ചെയ്യാം, ഇൻഡിവിജ്വലായിട്ട് ആഡ് ചെയ്യാം. 2, ഗ്രൂപ്പായിട്ട് ആഡ് ചെയ്യാം. ഗ്രൂപ്പായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ CSV ഫയലിൽ ആ ടെംപ്ലേറ്റിൽ ആഡ് ചെയ്യാം. രണ്ടാമത്, കോഴ്സിന്റെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് കോഴ്സിന്റെ ഒരു ടെംപ്ലേറ്റ് പൂർണ്ണമായിട്ട് കിട്ടും. അതായത് ആ കോഴ്സിന്റെ ഒരു ടെംപ്ലേറ്റ്, അതിലേക്കാണ് നമ്മൾ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. ഇനി ഈ കോഴ്സ് ആർക്കൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റുഡൻസിൽ നിന്ന് ഞാൻ 3 പേരെ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് ആഡ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കും. അവർക്ക് സ്റ്റുഡന്റ് ആയിട്ട് ആഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി കാണും എന്ന് ഞാൻ കരുതുന്നു. കാര്യം ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്ത ദിവസങ്ങളോട്ട് നിങ്ങൾ കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിലേക്ക് കടത്തിവിടുന്നു എന്നുള്ളതാണ്. അപ്പൊ ബേസിക് ഒരു ഔട്ട്കം ഈ പറയുന്ന മൂഡിലിന്റെ ആ ഒരു ടെംപ്ലേറ്റും അതുപോലെ തന്നെ മൂഡിലിന്റെ ആ ഒരു സൈറ്റും അതിന്റെ ബേസിക് അഡ്മിനിസ്ട്രേഷനുമാണ് നമ്മൾ ഈ 2 ദിവസം കൊണ്ട് തീർക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടരാം. വി ക്യാൻ ഗോ വിത്ത് ദിസ്. ഇനി ഞാൻ ഹൗ ക്യാൻ വി ഇന്റിമേറ്റ് ഈ നമ്മൾ ഈ ചെയ്തിട്ടുള്ളതിന്റെ മുഴുവൻ റെക്കോർഡിങ്സും നമ്മുടെ LMSൽ അവൈലബിൾ ആണ്. ഒന്നും കൂടിയൊക്കെ ഒന്ന് ഇട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. അതുകൊണ്ട് ഡോണ്ട് ഹാവ് ടു ബി പാനിക്. ആദ്യം ഒക്കെ നമുക്ക് ഇച്ചിരി ഒരു കൺഫ്യൂഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും കുറച്ചൊന്ന് ഇതുമായിട്ടൊന്ന് യൂസർ ഫ്രണ്ട്ലി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയേ ഉള്ളൂ എന്നൊക്കെ നമുക്ക് ചിന്ത വരും. നോ ഇഷ്യൂസ്, ഒരു പ്രശ്നമില്ല. അത് ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ അവൈലബിൾ ആണ്. ഞാൻ ഏറ്റവും സ്ലോയിലാണ് പോകുന്നത്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നത്. പിന്നെ അവിടെ വേറെ വീഡിയോസും അവൈലബിൾ ആയിരിക്കും. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ഒന്നല്ല, നല്ല ഭംഗിയിലൊക്കെ പ്രസന്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും.
പിന്നെ ഇതില് ഇവിടെ ചോദിച്ചിരിക്കുന്ന ഹൗ കാൻ വി ഇന്റിമേറ്റ് സ്റ്റുഡൻസ് അബൌട്ട് LMS. ഇപ്പൊ നമ്മള് ഈ LMSല് പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ പാസ്വേഡും കൂടി സെറ്റ് ചെയ്തിട്ടാണ് LMS ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഈ സ്റ്റുഡൻസ് ആഡ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഈ സ്റ്റുഡൻസിന് ഇപ്പൊ നിങ്ങൾക്ക് ഒരു മെയിൽ വന്നില്ല, അതുപോലെ തന്നെ ഈ നമ്മുടെ LMSന്റെ URL, യൂസർ നെയിം, പാസ്വേഡ് അവർക്ക് അയച്ചു കൊടുക്കും. അപ്പൊ അവര് ഈ പറഞ്ഞിട്ടുള്ള ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് ലോഗിൻ ചെയ്യും. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ നമ്മൾ സ്റ്റുഡൻസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതായത് ഐദർ ത്രൂ മെയിൽ ഓർ ത്രൂ വാട്സ്ആപ്പ്, വാട്ട് എവർ ഇറ്റ് മേ ബി, അത് നമ്മളൊരു ടാസ്ക്കാണ്. ഇനി ഇതിന് വേറൊരു ഫീച്ചർ ഉണ്ട്, അതായത് ഈ നമ്മൾ പാസ്വേഡ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തന്നെ പാസ്വേഡ് ഇട്ടിട്ട് സ്റ്റുഡൻസിന് അയച്ചു കൊടുക്കുന്ന രീതിയുണ്ട്. അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. യൂസർ അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ ID കറക്റ്റ് ആയിരിക്കണം. ഇമെയിൽ ID കറക്റ്റ് ആയിരിക്കണം. ഇമെയിൽ ID കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ മൂഡിൽ തന്നെ സ്വന്തമായിട്ട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റുഡൻസിനെ ഇന്റിമേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ ആദ്യം മൂഡിലേക്ക് സൈറ്റ് രജിസ്റ്റർ ചെയ്തപ്പോൾ വന്നിട്ടുള്ള പോലെ തന്നെ. അപ്പോൾ there is no issues. സൈറ്റ് ഇസ് നോട്ട് രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈറ്റ് ആ മൂഡിലെ ആ കമ്മ്യൂണിറ്റിയിൽ രജിസ്റ്റേർഡ് ആവും. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നുമല്ല, മൂഡിൽ വരുന്ന പുതിയ പുതിയ ഡെവലപ്മെന്റ്സും ഒക്കെയുള്ള മെയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ മൂഡിലിന്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സൈറ്റ് മൂഡിലിന്റെ ഡാറ്റാ ബേസിൽ എണ്ണപ്പെട്ട ഒരു സൈറ്റ് ആയിട്ട് അവർ ഡാറ്റ പരിഗണിക്കും. നിങ്ങളുടെ സൈറ്റില് ഒരു മൂഡിലിന്റെ ഡാറ്റാ ബേസിലേക്ക് കയറുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ നിന്നുള്ള എല്ലാ ഇന്റിമേഷൻസ് വരും. പിന്നെ സൈറ്റ് മൂഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ഫോറത്തിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് അതിന്റെ മെയിൽ വന്നുകൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ അതിന്റെ ഇഷ്യൂസ്. രജിസ്റ്റർ ചെയ്യാം, ദാറ്റ്സ് ഓക്കെ. രജിസ്റ്റർ ചെയ്തോളൂ, ദാറ്റ് വിൽ ബി ബെറ്റർ. നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ടൈമും കൂടി നമുക്ക് 9 o'clock വരെ ഉണ്ട്. ഇറ്റ് ഇസ് ഓൺലി 8 മണി ആവുന്നുള്ളൂ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയിട്ടുള്ളത് ഒരു കോഴ്സ്, ഒരു കോഴ്സ് എങ്ങനെ ഇതിന്റെ ഉള്ളിലെ കണ്ടന്റ് എങ്ങനെ ആഡ് ചെയ്യാം, കോഴ്സിന്റെ കണ്ടന്റ് ഇതിലേക്ക് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഞാനിവിടെ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു ഈ പറയുന്ന ഈ കോഴ്സിനെ ഞാൻ ഏത് രൂപത്തിലാക്കി മാറ്റണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ചു. അത് ഞാൻ ഒന്നും കൂടി എടുക്കാം. അത് ഓരോന്നും എടുത്തിട്ട് നമുക്ക് അതേപോലെ ഇതിൽ ചെയ്യാം. അതേപോലെ ഇവിടെ ചെയ്യാം. നമുക്കൊരു കോഴ്സ് ഉണ്ടായിരുന്നു, OBയുടെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. ഇത് ഓൾറെഡി ഞാൻ നേരത്തെ വെച്ച ഒരു ടെംപ്ലേറ്റ് ആണ്. ഈ ടെംപ്ലേറ്റ് പോലെ നമ്മൾ ഈ കോഴ്സിനെ ആക്കിയെടുക്കും. അപ്പൊ ഈ ടെംപ്ലേറ്റിൽ ഈ സംഗതി ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സംഗതി ക്യാപ്ഷൻ ഓൾറെഡി നമുക്ക് അവിടെ ഉണ്ട്, അതിൽ മാറ്റം വരുത്തുന്നില്ല. ഇനി ഇവിടെ ലേണിംഗ്, ഇൻട്രൊഡക്ഷൻ ടു OBE, വെൽക്കം ടു ദിസ് കോഴ്സ് ഇൻ OBE, ദിസ് കോഴ്സ് വിൽ ബി ലെഡ് ബൈ ദ ഇൻസ്ട്രക്ടർ. കാര്യം ഇത് 100% നിങ്ങളുടെ സ്വന്തം ഇതാണ്. അപ്പൊ ആ കോഴ്സ് ആരാണ് നടത്തുന്നത് എന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ബേസിക്കലായിട്ട് കൊടുക്കാം. അപ്പൊ ഈ ഒരു സംഗതി ഞാൻ ഏതിലേക്ക് എൻ്റർ ചെയ്യും? ഈ ഒരു സംഗതി ഞാൻ എൻ്റെ ഈ പുതിയ കോഴ്സിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതായത് OBE ന്യൂവില് ലേണിംഗ് 101 ഇൻട്രൊഡക്ഷൻ ടു OBE, വെൽക്കം ടു ദ കോഴ്സ്. അത് എൻ്റർ ചെയ്യാൻ പോവാണ്. ഞാൻ അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യട്ടെ. കോഴ്സ് കണ്ടില്ലല്ലോ. അതായത് നമ്മളുടെ OBE ന്യൂ കോഴ്സിലേക്ക് പോയി. ഇനി ഇതിന്റെ അകത്ത് പോപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ ശരിക്കും ഒന്ന് ചെറിയൊരു ശ്രദ്ധ ഇതിൽ കൊടുത്തോളൂ. ഈ കോഴ്സിന്റെ അകത്തേക്ക് നമുക്ക് എന്ത് ആഡ് ചെയ്യണമെങ്കിലും, ഈ ടെംപ്ലേറ്റിലേക്ക് എന്ത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ടേൺ എഡിറ്റിംഗ് ഓൺ എന്ന് പറയുന്ന ബട്ടൺ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ടേൺ എഡിറ്റിംഗ് ഓൺ, ആ ബട്ടൺ ഞെക്കുക. ആ ബട്ടൺ ഞെക്കി കഴിയുമ്പോഴത്തേക്ക് എന്ത് കാണാം? ഇതുണ്ടോ? നമുക്ക് ഈ പറയുന്ന ഓരോന്നിന്റെയും സൈഡില് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പെന്നിന്റെ ഒരു ഇമേജ്, ഒരു പെന്നിന്റെ ഒരു ഐക്കൺ. യു ക്യാൻ സീ ആൻ ഐക്കൺ ഓഫ് ഒരു പെൻസിൽ ഐക്കൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു പെൻസിൽ ഐക്കൺ അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ടെംപ്ലേറ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിലാണ് കിടക്കുന്നത് എന്നതാണ്. അപ്പൊ അതിനു മുമ്പ് ഞാനിവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് 4 യൂണിറ്റ് ആയിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത്. ഇനി ഇത് കണ്ടോ, കൂടുതൽ ടോപ്പിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് താഴെ ആഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഉണ്ട്. ആഡ് ടോപ്പിക് എത്ര ടോപ്പിക് ആഡ് ചെയ്യണം?
ഒരു ടോപ്പിക്കും കൂടി ആഡ് ചെയ്യണം. ഇപ്പൊ 4 ഉള്ളൂ. ഒരു ടോപ്പിക്കും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ഒരു ടോപ്പിക്കും കൂടി അവിടെ ആഡ് ചെയ്യും. ഇനി അത് 5 ടോപ്പിക് ആണെങ്കിലും ബൾക്കായിട്ട് നിങ്ങൾക്ക് 5 ആഡ് ചെയ്യാം. അപ്പൊ 9 ടോപ്പിക്ക്. അപ്പൊ ഞാൻ ഇങ്ങനെ എത്ര ടോപ്പിക്ക് ആഡ് ചെയ്യണം എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ്. ഇനി ഓരോ ടോപ്പിക്കും ഞാൻ എടുക്കാൻ പോകുന്നത് ഓരോ യൂണിറ്റ് ആയിട്ട്. ആദ്യത്തെ ടോപ്പിക് ഒരു യൂണിറ്റ്, രണ്ടാമത്തെ ടോപ്പിക് ഒരു യൂണിറ്റ്, മൂന്നാമത്തെ ടോപ്പിക് ഒരു യൂണിറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ യൂണിറ്റ് 1 എന്റെ ഇതില് ബ്ലൂംസ് ടാക്സോണമി. എന്നിട്ട് നിങ്ങൾ വേറെ ഒരു കീയും വെക്കരുത്. എന്റർ അടിക്കണം. എന്റർ എന്നുള്ള കീ വേണം ഞെക്കാൻ. വേറെ ഏത് കീ ചെയ്തിട്ടുണ്ടെങ്കിലും അതവിടെ പോകും. മനസ്സിലായോ? എന്റർ എന്നുള്ള കീ ഞെക്കുക. അപ്പൊ ഇവിടെ ബ്ലൂംസ് ടാക്സോണമി അല്ല, നിങ്ങളുടെ വിഷയം, നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും ഒരു കോഴ്സിന്റെ യൂണിറ്റ് 1 എന്താണോ അതവിടെ ആഡ് ചെയ്താൽ മതി. ഇതിപ്പോ ഞാൻ കൈകാര്യം ചെയ്യുന്ന ഒരു കോഴ്സിന്റെ ഞാൻ നേരത്തെ ടെംപ്ലേറ്റ് കാണിച്ചു, അതാണ് അത് ബ്ലൂംസ് ടാക്സോണമി. ഞാനിവിടെ ഇതിന്റെ ഒരു ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ, ഒരു സിലബസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സിലബസ് ഇവിടെ ഉണ്ട്. ആ സിലബസിൽ ഫസ്റ്റ് യൂണിറ്റ് ബ്ലൂംസ് ടാക്സോണമി ആണ്. സെക്കൻഡ് യൂണിറ്റ് വാട്ട് ഈസ് OBE എന്നാണ്. തേർഡ് യൂണിറ്റ് ഫോർമുലേഷൻ ഓഫ് ഔട്ട്കംസ്. ഫോർത്ത് യൂണിറ്റ് മാപ്പിംഗ് ഓഫ് ഔട്ട്കംസ്. അഞ്ചാമത് ഒരു യൂണിറ്റും കൂടി ഉണ്ടാകാം, അത് അസസ്മെന്റ്സ് ഇൻ OBE. അപ്പൊ ഞാൻ ഒരു ഇതും കൂടി കൂട്ടി. അപ്പൊ ആദ്യത്തെ യൂണിറ്റ് ഞാൻ ഒരു കാര്യം ചെയ്യാം, രണ്ടും കൂടി സൈഡ് ബൈ സൈഡ് ആയിട്ട് കിടക്കട്ടെ. ഇത് പകുതിയായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പകുതി ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. അതുണ്ടോ, രണ്ട് സൈഡ് ബൈ സൈഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ ആദ്യത്തത് യൂണിറ്റ് 1 ബ്ലൂംസ് ടാക്സോണമി. രണ്ടാമത്തത് ആ പെൻ ഐക്കണിൽ അവിടെ ഞെക്കിയിട്ട് രണ്ടാമത്തത് യൂണിറ്റ് 2. അപ്പൊ ഞാൻ അതിങ്ങനെ ഓരോന്ന് അടിക്കുന്ന സമയം എടുക്കുന്നത് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് 1 or 2 എങ്കിലും ചെയ്യുക എന്നതാണ്. വാട്ട് ഈസ് OBE? വാട്ട് ഈസ് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ? ഇതാണ് എന്റെ രണ്ടാമത്തെ യൂണിറ്റിലെ എന്റെ കണ്ടന്റ്. ഇതാണ് വാട്ട് ഈസ് OBE. കണ്ടോ? മൂന്നാമത്തെ യൂണിറ്റിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമുലേഷൻ ഓഫ് ഔട്ട്കംസ്. യൂണിറ്റ് 3 ഫോർമുലേഷൻ ഓഫ് ഔട്ട്കംസ്. കണ്ടോ? ജസ്റ്റ് വളരെ കൂളായിട്ട് ഇങ്ങനെ ചെയ്യാം. മാപ്പിംഗ് ഓഫ് ഔട്ട്കംസ് യൂണിറ്റ് 4. യൂണിറ്റ് 4 മാപ്പിംഗ് ഓഫ് ഔട്ട്കംസ്. അത് എൻട്രി ചെയ്യുക, സംഗതി വന്നു. ആൻഡ് യൂണിറ്റ് 5 അസസ്മെന്റ്സ്. യൂണിറ്റ് 5 അസസ്മെന്റ്സ് ഇൻ OBE. അപ്പോൾ 5 യൂണിറ്റ് ആണ് എന്റെ ഈ കോഴ്സിലുള്ള 5 യൂണിറ്റിന്റെ ടെംപ്ലേറ്റ് ഞാനിവിടെ ഉണ്ടാക്കി. ഓക്കെ. അപ്പോ ഈ സിലബസ് തൽക്കാലത്തേക്ക് ഇവിടെ ഇരുന്നോട്ടെ. ഓക്കെ. അപ്പോ ഈ ഓരോ യൂണിറ്റിന് ഞാനവിടെ പേര് കൊടുത്തു. ഇനി ഇവിടെ നമ്മളിവിടെ കണ്ട വേറൊരു കാര്യം എടുക്കുക. നമ്മുടെ OBEയുടെ അത് തന്നെ ഞാനിവിടെ റീപ്രൊഡ്യൂസ് ചെയ്യുവാണ്. OBEയിൽ കണ്ട ഒരു കാര്യം ഇവിടെ കണ്ടു. ഈ ലേണിംഗ് 101 ഇൻട്രൊഡക്ഷൻ ടു OBE. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ലേണിംഗ് 102 എന്ന് കൊടുക്കാം. ഓക്കെ. ഈ ലേണിംഗ് 102. അപ്പൊ അങ്ങനെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അനൗൺസ്മെന്റിന്റെ മുകളിലാണ് വരേണ്ടത്. കണ്ടോ? അപ്പൊ അവിടെ ഈ പറയുന്ന ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, എഡിറ്റ് ബട്ടൺ കണ്ടോ? എഡിറ്റ് ബട്ടൺ, 2 എഡിറ്റ് ബട്ടൺ ഉണ്ട്. ഈ എഡിറ്റ് ബട്ടൺ അനൗൺസ്മെന്റിൽ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഞാൻ കൊടുക്കാവുന്നത് എഡിറ്റിലാണ്. എഡിറ്റ് ദിസ് സെക്ഷൻ. ആ സെക്ഷൻ എഡിറ്റ് ചെയ്യാൻ പോവാണ്. അവിടെ ഈ കസ്റ്റം എന്ന് പറഞ്ഞെടുത്ത് ടിക്ക് ചെയ്തോളൂ. കസ്റ്റം എന്ന് പറയുന്നിടത്ത് ടിക്ക് ചെയ്തോളൂ. ഓക്കെ. അപ്പൊ ഈ ലേണിംഗ് e-learning. E-learning 102.
Introduction to OBE. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷൻ ടു OBE. അതുകൊണ്ട് ഇവിടെ നമുക്ക് കോഴ്സിലേക്ക് സ്റ്റുഡന്റ് എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെൽക്കം ടു ദിസ് കോഴ്സ്. ഒരു വെൽക്കം ഇമേജ് കൊടുത്തു. ഓക്കെ, ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേവ് ചേഞ്ച്. അപ്പോ കണ്ടോ, ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ, വെൽക്കം ടു OBE, വെൽക്കം ടു ദ ഇൻട്രൊഡക്ടറി കോഴ്സ് ഇൻ OBE. ഇവിടെ നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ ആ കോഴ്സിനെ കുറിച്ച് ഇൻസ്ട്രക്ടർ ആരാണ്, എന്താണ്, അങ്ങനെയൊക്കെയുള്ള കാര്യം കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അപ്പൊ അവിടെ ഞാൻ ആ ഒരു ബോക്സ് എൻ്റർ ചെയ്തല്ലോ, അതിൻ്റെ അകത്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടന്റ് ആയിട്ട് ഇങ്ങനെ വരും. ഇനി ഈ കോഴ്സിലേക്ക് കയറുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടു സിലബസ്. നമ്മൾ നേരത്തെ ഒരു സിലബസ് കണ്ടു വെച്ചല്ലേ, ആ സിലബസ് നമുക്ക് ഇവിടെ ഒന്ന് എടുത്ത് അപ്ലോഡ് ചെയ്യണം. ആ സിലബസ് ഇവിടെ എടുത്ത് അപ്ലോഡ് ചെയ്യണം. കണ്ടോ, സിലബസ് എളുപ്പം. അപ്പൊ എന്ത് ചെയ്യുക, ആഡ് ആൻഡ് ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്യുക. ആഡ് ആൻഡ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇതുണ്ടോ, ഈ സിലബസ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. ഈ സിലബസ് ഞാൻ ഒരു ഫോൾഡറിൽ ആ സിലബസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സിലബസ് ഈ ഫോൾഡറിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സിലബസ് ഞാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ഈ സിലബസ് ഒന്നിങ്ങനെ വലിച്ചു കണ്ടോ, ഇവിടെ കൊണ്ടുവന്ന് ഇട്ടു. അപ്പൊ കണ്ടോ, ആ സിലബസ് അവിടെ വന്നു. ജസ്റ്റ് എ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ പോയിട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. അത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് ഇവിടെ മാർക്കസ് അൺഡൺ, അത് വേണം, നമുക്ക് ആവശ്യമില്ല. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, എഡിറ്റ് സെറ്റിംഗ്സ്. അത് വേറെ ഒന്നുമല്ല, ഇപ്പൊ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ നിങ്ങൾ ആ ഇട്ട സിലബസ് ഇവിടെ വന്നു. ഞാനിവിടെ ആഡ് എന്ന് പറഞ്ഞ ഫയലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അണ്ടാ, ആഡ് എ ഫയൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫയൽ ഓപ്പൺ ആയിട്ട് അത് ഈ പറയുന്ന PDF ഇവിടെ ഇട്ടിട്ട് ഇങ്ങനെ വരും. അതിന്റെ ആക്ടിവിറ്റി കംപ്ലീഷൻ ഉണ്ടോ, ആക്ടിവിറ്റി കംപ്ലീഷൻ എടുത്തിട്ട് നമുക്ക് ഈ സ്റ്റുഡൻസ് ഒന്നും പറയേണ്ട കാര്യമില്ല. ഡു നോട്ട് ഇൻഡിക്കേറ്റ് ആക്ടിവിറ്റി കംപ്ലീഷൻ. സേവ് ആൻഡ് റിട്ടേൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന്റെ അടിയിൽ ആ സംഗതിയൊക്കെ പോയി. ആ സ്റ്റുഡന്റ് അത് വായിച്ചു കഴിഞ്ഞിട്ട് ഇത് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തൊന്നും പറയേണ്ട കാര്യമില്ല. ഇനി വേറൊരു കാര്യം, നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു കാര്യം കൊടുക്കാം. എഡിഷൻ ഇതിൽ കൊടുത്തിട്ട് ഇവിടെ വേണമെങ്കിൽ ഒരു ചെറിയൊരു ഇൻസ്ട്രക്ടർ, പ്ലീസ് റിവ്യൂ ദ സിലബസ് ബിഫോർ സ്റ്റാർട്ടിങ് ദ കോഴ്സ്. കണ്ടോ, ഡിസ്പ്ലേ ഓൺ കോഴ്സ് പേജ്. ഓക്കെ, സേവ് ആൻഡ് ഡിസ്പ്ലേ. അപ്പൊ അവിടെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു OBEയിലേക്ക് ചെന്നപ്പോൾ അവിടെ താഴെ വന്നുണ്ട്, പ്ലീസ് റിവ്യൂ ദ സിലബസ്. അപ്പോ ഇനി അനൗൺസ്മെന്റ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അനൗൺസ്മെന്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്താൽ മതി. എഡിറ്റ് കണ്ടോ, അനൗൺസ്മെന്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ചെയ്തിട്ട് ഇനി അനൗൺസ്മെന്റ് എന്നുള്ള മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇത് ഔട്ട്കം ഓഫ് ദിസ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ഓൺ കംപ്ലീഷൻ ഓഫ് ദിസ് പ്രോഗ്രാം ദ സ്റ്റുഡൻസ് വിൽ ബി ഏബിൾ ടു എന്ന് പറഞ്ഞിട്ട് ഔട്ട്കംസ് വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് അവിടെ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് മാറി എന്തായി മാറും, അനൗൺസ്മെന്റ് എന്നുള്ളത് മാറി അവിടെ ഔട്ട്കംസ് എന്നുള്ളത് വരും. അപ്പൊ നമുക്കിത് നമ്മളുടെ ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. കാരണം ഇത് നമ്മളുടെ കോഴ്സാണ്. നമ്മളുടെ കോഴ്സ് എങ്ങനെ ലുക്ക് ആൻഡ് ഫീൽ എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യാം. ഞാനത് അതുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് നമ്മൾ OBEയുടെ ഒരു കോഴ്സ് കാണിച്ചിട്ട് ഈ രീതിയിലാണ് ഞാൻ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറഞ്ഞത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷന്റെ ഇത് വന്നു. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു ലേണിംഗ് 1 or 2 ഇൻട്രൊഡക്ഷൻ ടു ഇതും പിന്നീട് സിലബസും ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്തു. ഇനി യൂണിറ്റ് 1 ബ്ലൂംസ്റ്റാക്ക് സോർട്ടിംഗ്. ഒരു യൂണിറ്റ് നമുക്കൊന്ന് അതിന്റെ ഉള്ളിൽ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ഷോക്കേസ് ചെയ്യാം. അപ്പോ അത് നമ്മൾ ഒരു തീരുമാനം എടുക്കണം. അതിൽ എന്ത് പെഡഗോഗിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഒരു പെഡഗോഗിക്കൽ അപ്രോച്ച് ഞാൻ ഇത് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ. അപ്പോൾ സാധാരണ രീതിയിൽ ഒരു ടോപ്പിക് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഒരു ഹെർവേർഷൻ സ്റ്റെപ്സ് അനുസരിച്ചാണെങ്കിൽ ഒരു ടോപ്പിക് ആണെങ്കിൽ അതിന്റെ ഒരു ബേസിക് നോളജ് വേണ്ട കാര്യത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിന് സംബന്ധിക്കുന്ന കണ്ടന്റ് വെക്കാം. പിന്നെ പ്രസന്റേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെക്കാം. പിന്നെ സ്റ്റുഡൻസിനെ പ്രാക്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൊടുക്കാം. അതായത് അസൈൻമെന്റ്സ് എന്നുള്ള രീതിയിൽ ടെസ്റ്റിംഗ്. അപ്പോ പ്രസന്റേഷൻ, ഈ 3 ഫ്രെയിംസ് സാധാരണ എപ്പോഴും നമ്മൾ ഒരു ടീച്ചിങ് ലേണിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് വേണം അല്ലെ. ഒന്ന് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കണ്ടന്റ്, the content that teaches, the content that helps the students to practice,
and the content that helps the teachers students to assessment. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്നുള്ള രീതിയിൽ എടുക്കാം. പിന്നെ അവസാനം വേണമെങ്കിൽ വല്ല ടെസ്റ്റോ ക്വിസ് എന്ന് പോലെയുള്ള പ്രോഗ്രാംസ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യും. വേണമെങ്കിൽ സ്റ്റുഡൻസിന്റെ ഒരു ഫീഡ്ബാക്കും വേണമെങ്കിൽ അവസാനം കളക്ട് ചെയ്യും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഒന്ന് ഡിസൈഡ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ നമ്മളുടെ ഈ പറയുന്ന ഒരു ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഈ കോഴ്സ് എങ്ങനെ ഇരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം, എന്റെ ഈ കോഴ്സിൽ എങ്ങനെ ഇരിക്കണം എന്നുള്ളത്. അതായത് ഫസ്റ്റ് യൂണിറ്റിന്റെ ഒരു ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ആണ്. ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ഫോർ യൂണിറ്റ് 1 ബ്ലൂംസ് ടാക്സോണമി. അതിൽ എനിക്ക് ആദ്യം വേണ്ടത് കണ്ടന്റ് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു PPT ഇതിലേക്ക് കയറ്റണം, ഒരു PPT ഇടണം. അതുപോലെ തന്നെ ഒരു PDF ഫയലും കൂടി വേണം. ഒരു PDF ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, PPT PDF ഫയലും. പിന്നീട് ഞാൻ ഒരു വീഡിയോ ലിങ്ക്, ഒരു യൂട്യൂബിൽ നിന്നൊരു വീഡിയോ കൂടി എൻ്റെ ഈ കോഴ്സിലേക്ക് എടുത്തിടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടീച്ചിങ് ഫ്രെയിം എന്ന് പറയാൻ വേണ്ടി ഈ 3 കാര്യങ്ങളാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതാണ് എനിക്ക് ആ കോഴ്സിൽ അവിടെ ഷോക്കേസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്തെ പല PPTs, നോട്ട്സ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഡ്രാഫ്റ്റ് ആയിട്ട് കയറ്റാം. അപ്പോൾ പ്രസന്റേഷനോ വീഡിയോസോ ഒക്കെ കയറ്റാം. പിന്നീട് അസൈൻമെന്റ് ഒരെണ്ണം ഞാൻ കൊടുക്കുന്നുണ്ട് സ്റ്റുഡൻസിന്. അപ്പോൾ അതിൽ ഒരു അസൈൻമെന്റ്, അവർക്കൊരു പ്രാക്ടീസിന് വേണ്ടി ഒരു അസൈൻമെന്റ് കൊടുക്കുന്നുണ്ട്. പിന്നീട് ടെസ്റ്റിങ്ങിന് വേണ്ടി ഒരു ക്വിസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്കിന് വേണ്ടി ഒരു ചെറിയ അവർ ഈ കോഴ്സ് പഠിച്ചിട്ട് അവർക്ക് എന്താണ് അതിനെപ്പറ്റി അവരുടെ അഭിപ്രായം, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സ്റ്റുഡൻസിൽ നിന്ന് കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് ഞാൻ ഫസ്റ്റ് യൂണിറ്റിൽ. ഇതേപോലെ സെക്കൻഡ് യൂണിറ്റിലും തേർഡ് യൂണിറ്റിലും ഫോർത്ത് യൂണിറ്റിലും ഫിഫ്ത്ത് യൂണിറ്റിലും എന്താണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ഇതുപോലെ ഒരു ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എവിടെ എങ്ങനെ ഇടണം. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മളുടെ കാര്യം അത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് വി ആർ എക്സ്പെർട്സ് ഇൻ അവർ ഓൺ ഫീൽഡ്. ഒരു കണ്ടന്റ് സ്റ്റുഡന്റ് ഏത് രീതിയിൽ പോയാൽ ഏറ്റവും ഇഫക്റ്റീവ് ആവും എന്നുള്ളത് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ടെക്നോ പെഡഗോഗിക്കൽ കണ്ടന്റ്, TPAC, അതായത് ടെക്നോ പെഡഗോഗിക്കൽ കണ്ടന്റ് ആക്കി നമ്മൾ അതിനെ രൂപപ്പെടുത്തി എടുത്തിട്ട് അതിനെ അതിലേക്ക് ഷോക്കേസ് ചെയ്യണം. സോ ദാറ്റ്സ് എ പെഡഗോഗിക്കൽ തിങ്. അപ്പൊ പെഡഗോഗി എന്ന് പറഞ്ഞാൽ ഹൗ ടു ടീച്ച് അല്ലെ, കണ്ടന്റിനെ സ്റ്റുഡൻസിലേക്ക് എത്തിക്കുന്നത് ടെക്നോളജിയുടെ സഹായത്തോടുകൂടി എങ്ങനെ എത്തിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഷോക്കേസ് ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് പോപ്പുലേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത. അതിനുവേണ്ടി ആദ്യത്തെ പറഞ്ഞില്ല ഒരു PPT എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു PPT ആണ്. പ്രസന്റേഷൻ, ഇത് ബ്ലൂംസ് ടാക്സോണമിയുടെ ഒരു ചെറിയ നോട്ട്സാണ്. ഞാൻ ഇന്നലെ കാണിച്ചതാണ്, ഒരു ചെറിയൊരു നോട്ട്. ഞാൻ വെറുതെ ഇത് നിങ്ങൾ ഇതേപോലെ നോട്ടൊന്നും വേണമെന്നില്ല. വെറുതെ ആ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ഒരു ഓപ്പൺ ചെയ്തിട്ടൊന്ന് സേവ് ചെയ്യാം, ഒരു പവർ പോയിന്റ് പ്രസന്റ്, അത് പിന്നെ ഡെവലപ്പ് ചെയ്താൽ മതി. അതുപോലെ ഒരു ഇപ്പൊ ഇതുപോലെ എന്തെങ്കിലും കണ്ടന്റ് ഇത് എങ്ങനെ ഇതിലേക്ക് കയറ്റണം എന്നുള്ളതാണ്, ഇതിലേക്ക് എങ്ങനെ ഇടണം എന്നുള്ളതാണ്. അപ്പൊ ഇത് ഈ പറഞ്ഞ PPTയും പ്രസന്റേഷൻ ഫയൽസും ഞാൻ നേരത്തെ ഇട്ട പോലെ തന്നെ ഇടാം, ഒരു പ്രോബ്ലം ഇല്ല. എന്താ നേരത്തെ ഇട്ടത്? ഇത് രണ്ടുമാണ് എനിക്ക് ഇതിലേക്ക് ഇടേണ്ടത്. ഏതാ? ഈ യൂണിറ്റ് 1ലേക്ക് ഇടേണ്ടത്. എങ്ങനെ ഇടാം? ഇത് കണ്ടോ, ബ്ലൂംസ് പ്രസന്റേഷൻ ആണ് ആദ്യം ഇടേണ്ടത്. പ്രസന്റേഷനിൽ ഞാനൊന്ന് കൺട്രോളിൽ ഞെക്കി പ്രസന്റേഷനിൽ ഞെക്കി മൗസ് വെച്ചിട്ട് വലിച്ച് ഇതിലേക്ക് ഇട്ടു. കണ്ടോ, പ്രസന്റേഷൻ ഇതിന്റെ അകത്തായി. ഇത്ര സിമ്പിൾ അല്ലേ? ഇതിന്റെ അകത്ത് പോയി ആഡ് ചെയ്യുന്നത് എടുക്കേണ്ട കാര്യമില്ല. വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് ഇത് മാർക്ക് ആസ് അൺഡൺ, ഇത് കാണുമ്പോൾ നമുക്കൊരു രസമില്ല. അത് ഇതിന്റെ ഒരു ഫീച്ചറാണ്. സ്റ്റുഡൻസ് അത് വായിച്ചു കഴിയുമ്പോഴേ അതവിടെ മാറുകയുള്ളൂ. നമുക്ക് അത് വേണമെന്നില്ല. ആക്ടിവിറ്റി കംപ്ലീഷൻ എടുത്തിട്ട് ഡു നോട്ട് ഇൻഡിക്കേറ്റ് ആക്ടിവിറ്റി കംപ്ലീഷൻ, സേവ് ആൻഡ് ഡിസ്പ്ലേ. കേട്ടോ, സേവ് ആൻഡ് ഡിസ്പ്ലേ. അപ്പോ ഇതില് നമ്മളുടെ ഇൻട്രൊഡക്ഷൻ ടു ബ്ലൂംസ് ടാക്സോണമിയിലേക്ക് വന്നു. ഈ നമ്മുടെ ഇതിവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ പ്രസന്റേഷൻ സംഗതി വന്നു. അപ്പൊ ഫസ്റ്റിൽ എനിക്ക് പ്രസന്റേഷൻ വന്നു. അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ ഈ പറഞ്ഞ PDF കൂടി അതുപോലെ കയറ്റാം. PDF കൂടി അതുപോലെ ചെയ്യാം. PDF എടുത്തോളൂ. ബ്ലൂംസ് ടാക്സോണമി PDF അതിങ്ങനെ വലിച്ചിട്ട് എവിടെ വേണ്ട കണ്ടോ, അതിട്ടു കണ്ടോ. എന്നിട്ട് ഈ പറയുന്ന കാര്യം ഞാനൊന്ന് എഡിറ്റ് ചെയ്യുവാണ്. എഡിറ്റ് ചെയ്ത് അവിടെ എഡിറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ആക്ടിവിറ്റി കംപ്ലീഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡു നോട്ട് ഇൻഡിക്കേറ്റ് ആക്ടിവിറ്റി കംപ്ലീഷൻ. അപ്പൊ അവിടെ കാണുമ്പോൾ ഒരു രസമുണ്ട്. പിന്നെ തിരിച്ചു കണ്ടോ, ഇവിടെ ബ്ലൂംസ് ടാക്സോണമിയിലേക്ക് ഞാൻ തിരിച്ചു വന്നു. അപ്പൊ അവിടെ രണ്ട് കാര്യങ്ങൾ. ഇനിയിപ്പോ ഇത് ഇവിടെ ഇട്ടു. എനിക്ക് ഇത് ആദ്യമാണ് ഇടണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പേടിക്കണ്ട. ഇവിടെ ഒരു ക്രോസ് ഇതുണ്ടോ,
റിസോഴ്സ്, അത് പിടിച്ച് മുകളിലേക്ക് ഇനി കയറ്റാം. കണ്ടോ? അത് താഴോട്ട് വരിക. കണ്ടോ? അതെടുത്തിട്ട് കണ്ടോ? ഇത് പ്രസന്റേഷൻ മതി. അപ്പോൾ ആ ക്രോസ് എടുത്തിട്ട് നമുക്ക് ഏത് ലെവലിൽ വേണോ എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി വെച്ചാൽ മതി. രണ്ട് കാര്യങ്ങൾ എന്റെ കോഴ്സിൽ ഞാൻ പോപ്പുലേറ്റ് ചെയ്തു. രണ്ട് കാര്യങ്ങൾ പോപ്പുലേറ്റ് ചെയ്തു. രണ്ടും പോപ്പുലേറ്റ് ചെയ്ത ഒരു രീതിയാണ്. അപ്പൊ ഫയൽസ് അപ്പൊ വേർഡ് ഫയലോ PDF ഫയൽസോ PPTയോ നമുക്ക് ഇതിലേക്ക് കയറ്റണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കിട്ടാം. ഇനി എനിക്ക് യൂട്യൂബില് ഇതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബ്ലൂംസ് ടാക്സോണമിക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ട്. ആ കണ്ടന്റ് എനിക്ക് ഇതിലേക്ക് എടുത്തിടണം. കാര്യം ഞാനൊന്ന് നോക്കട്ടെ. ഇതില് ബ്ലൂംസ് ടാക്സോണമിയുടെ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഇടണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തതാ. എന്റെ ഇതില് ഈ പറയുന്ന ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ എടുത്ത് നോക്കിക്കൂ. ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ഞാൻ എടുക്കുവാണ്. ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ എടുത്തപ്പോ ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ ഞാൻ ഇവിടെ എടുത്തു. ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ എടുത്തപ്പോ ഇവിടെ ശ്രദ്ധിച്ചോളൂ. ണ്ടോ? ഇത് രണ്ടും ഞാൻ ഓൾറെഡി ഈ യൂണിറ്റ് 1 ഇട്ടു. ഇനി എനിക്ക് ഇടേണ്ടത് ഒരു വീഡിയോ ആണ്. ആ വീഡിയോ കിടക്കുന്നത് എവിടെയാ? യൂട്യൂബിലാണ്. യൂട്യൂബിലെ ഒരു വീഡിയോ എടുത്തിട്ട് എനിക്ക് ഇതിലേക്ക് ഇടണം. യൂട്യൂബ് വീഡിയോ എടുത്ത് ഇതിലേക്ക് ഇടണം. അപ്പോ ഈ യൂട്യൂബ് വീഡിയോ ഇത് ഞാൻ ആ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടെ. ഇതാണ് ആ വീഡിയോ. ഇത് ബ്ലൂംസ് ടാക്സോണമി. ഇത് എന്റെ തന്നെ ഒരു വീഡിയോ ആണ്. ബ്ലൂംസ് ടാക്സോണമിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ഞാൻ എടുത്ത് എന്റെ ഇതിലേക്ക് കോഴ്സിലേക്ക് ഞാൻ ഇടാൻ പോവുകയാണ്. അപ്പൊ അതിന് ഞാൻ ചെയ്യേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ആണ് ഞാൻ ഇവിടെ കൊടുക്കേണ്ടത്. ആ വീഡിയോയുടെ ലിങ്ക് ശ്രദ്ധിച്ചോളൂ. വീഡിയോയുടെ ലിങ്ക് ഇവിടെയാണ് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പൊ ആഡ് ആൻ ആക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ അസൈൻമെന്റ് ഇങ്ങനെ പല ആക്ടിവിറ്റീസ് ഇവിടെ ഇങ്ങനെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഈ ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് എടുത്തിടാം. അടുത്ത ദിവസങ്ങളിലൊക്കെ ഇതിൽ കുറെ അഡ്വാൻസ് ലെവൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾക്ക് ഇപ്പോൾ വളരെ ടൈം കുഴപ്പമില്ല. ഇതില് നമുക്ക് വേണ്ടത് ഒരു വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോയുടെ ലിങ്ക്, അതായത് URL അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോ ഇത് എന്തിന്റെ വീഡിയോ ആണ്? അതായത് യൂട്യൂബ് വീഡിയോ ഓൺ ബ്ലൂംസ് ടാക്സോണമി. യൂട്യൂബ് വീഡിയോ ഓൺ ബ്ലൂംസ് ടാക്സോണമി. ഞാനൊരു പേര് കൊടുക്കുമല്ലോ. കാരണം ഇത് മാൻഡേറ്ററി, എന്തെങ്കിലും ഒരു പേര്. ആ വീഡിയോ എന്തിനെ സംബന്ധിക്കുന്നതാണ് എന്നത്. പിന്നെ ആ വീഡിയോയുടെ ലിങ്ക് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാം. ഇതാണ് ആ വീഡിയോയുടെ ലിങ്ക്. കോപ്പി. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് പേസ്റ്റ് ചെയ്തു. ആ വീഡിയോയുടെ ലിങ്ക് എടുത്തിട്ട് ഇതിൽ പേസ്റ്റ് ചെയ്തു. ഡിസ്ക്രിപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഞാൻ ആവശ്യമുള്ള ആക്ടിവിറ്റി കംപ്ലീഷൻ അത് പ്രത്യേകിച്ച് ഡു നോട്ട് ഷോ ദിസ് ആക്ടിവിറ്റി അങ്ങനെ കൊടുക്കാം. പിന്നെ ഇതിന്റെ അപ്പിയറൻസ് എന്ന് നോക്കിക്കോളൂ. അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്. നമുക്കൊരു കാര്യം ചെയ്യാം. ഈ അപ്പിയറൻസ് എടുത്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ ഇതിന്റെ അകത്ത് എംബഡ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ, നമ്മളുടെ LMSൽ തന്നെ എംബഡ് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ എംബഡ് കൊടുക്കുക. ഇറ്റ് ഈസ് ബെറ്റർ അതിൽ നിന്ന് ഒന്ന് പോപ്പപ്പ് ചെയ്ത് കാണുന്ന രീതിയിൽ കൊടുത്താൽ മതി. പോപ്പപ്പ്. അപ്പൊ അതിന്റെ ഫ്രെയിം അത് എത്ര പിക്സൽ വിഡ്ത്തും എത്ര പിക്സൽ ലെങ്ത്തും വേണമെന്നുള്ള കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അത് വേണേൽ ചെറുതാക്കി വലുതാക്കി ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം. കൂടുതൽ ടെക്നിക്കലായിട്ട് ഇതിലേക്ക് പോകുന്നില്ല. സേവ് ആൻഡ് ഡിസ്പ്ലേ. അപ്പോ അവിടെ ചെന്നു നോക്കിക്കേ. അപ്പോ പ്രസന്റേഷൻ ഉണ്ട്, ബ്ലൂംസ് ടാക്സോണമിയുടെ നോട്ട്സ് ഉണ്ട്, എന്റെ വീഡിയോ. ആ വീഡിയോ ക്ലിക്ക് ചെയ്തപ്പോ എന്താ പോപ്പപ്പ് ചെയ്തു. അതിൻ്റെ അകത്ത് എന്തോ എററാണ്. എനിഹൗ ഐ തിങ്ക് സം എറർ ഇസ് ദെയർ. അപ്പൊ എന്തോ ആയിക്കോട്ടെ, ഈ ലിങ്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോപ്പപ്പ് ചെയ്തിട്ട് നമുക്ക് അവിടെ അത് പ്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു വീഡിയോ എങ്ങനെ കൊടുക്കും എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം എന്തായിരുന്നു? നമ്മുടെ ലേണിംഗ് റിസോഴ്സസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ. ലേണിംഗ് റിസോഴ്സസ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത്. ലേണിംഗ് റിസോഴ്സസ്
അപ്പോ ഇതുപോലെ തന്നെ നമുക്കപ്പോ ഈ പറഞ്ഞ ഒരു നമ്മളുടെ ഇതിന്റെ അകത്തുള്ള വീഡിയോ ആണെങ്കിൽ നേരത്തെ വേണമെങ്കിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടാൽ മതി. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആ വീഡിയോയിലേക്ക് ഇത് കണ്ട് ചെയ്ത പോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇടുക, അല്ലെങ്കിൽ ഇൻസേർട്ട് ആഡ് ഫയൽ ചെന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇതൊക്കെ ഫയലാണ്. ഇതുണ്ട് ആഡ് ഫയൽ ഉണ്ടോ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഡ് ഫയൽ, ആ ഫയൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഇതെല്ലാം ആഡ് ചെയ്യേണ്ടിയിരുന്നത്. അത് എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. നമുക്ക് യൂട്യൂബിലെ വീഡിയോ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അതിന്റെ ആ ലിങ്ക് കൃത്യമായിട്ട്, ഇപ്പൊ ഞാൻ എടുത്തപ്പോൾ ലിങ്കിൽ എന്തെങ്കിലും ചിലപ്പോൾ ഒരു ചെറിയ ഒരു കുത്ത ഗോമയോ വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് വന്നൊന്നുമില്ല. കോപ്പി ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനകത്ത് എറർ വരും. നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് സംഗതി പിടികിട്ടി. ഇത്തരം കാര്യങ്ങൾ ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒരു ചാറ്റിൽ ഒരു എസ് ഇട്ടുള്ളൂ കാര്യം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ കാര്യം നിങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കംഫർട്ടബിൾ ആണ് എന്നുള്ളത് ഞാൻ കരുതുന്നു. ഇനി എന്തെങ്കിലും കാരണവശാൽ കിട്ടിയില്ലെങ്കിൽ ഡോണ്ട് ബി പാനിക്. ഇതിന്റെ ഈ ഞാൻ ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. പിന്നെ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ എല്ലാ കാര്യത്തെക്കുറിച്ച് കൊച്ചു കൊച്ചു വീഡിയോസ് അവിടെ അവൈലബിൾ ആയിരിക്കും. അതൊക്കെ ഒന്ന് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അസൈൻമെന്റ് എന്നുള്ളതാണ്. അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടീസിനും ടെസ്റ്റിങ്ങിനും വേണ്ടിയുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇത് ലേണിങ്ങിന് വേണ്ടിയുള്ള ആക്ടിവിറ്റി, മറ്റേത് ടെസ്റ്റിങ്ങിന് വേണ്ടിയുള്ള ആക്ടിവിറ്റി. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു അസൈൻമെന്റ് സ്റ്റുഡൻസിന് കൊടുക്കാം. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത് ഓക്കെ, ഈ അസൈൻമെന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് എടുക്കാം. ഇത് യൂട്യൂബിൽ നിന്ന് അടുത്ത സാധനം അങ്ങ് പോട്ടെ. അസൈൻമെന്റ് ഇതാണ് അസൈൻമെന്റ്. അതായത് ഈ ടാസ്ക് സ്റ്റുഡൻസിന് കൊടുക്കുന്നു. കാരണം ഞാൻ ബ്ലൂംസ് ടാക്സോണമിനെ കുറിച്ച് പഠിപ്പിച്ചതാണല്ലോ. ബ്ലൂംസ് ടാക്സോണമിനെ കുറിച്ച് സ്റ്റുഡൻസിന് ക്ലാസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കുന്ന അസൈൻമെന്റ് ഇതാണ്. അതായത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അനലൈസ് ചെയ്യുക. ഇതാണ് അവരുടെ ടാസ്ക്. കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ഇതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന, ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ടാസ്ക്. ഈ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, അത് ഏത് ലെവലാണ്, അണ്ടർസ്റ്റാൻഡിംഗ് ലെവലാണെങ്കിൽ അത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത് സെക്ഷൻ എ എന്നാണെങ്കിൽ സെക്ഷൻ എ. കണ്ടോ, ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സെക്ഷൻ എ എന്നാണ്. ഇത് ഇത് ഏത് ലെവലിലാണ്, റിമെമ്പറിംഗ് ലെവലാണ്. റിമെമ്പറിംഗ് ലെവല് അതിലെ 2 മാർക്കാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അതിന്റെ ഒരു കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് കിട്ടും. അത് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്റ്റാറ്റസ് എന്താണ്, ഗുഡ് ക്വാളിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ആണോ, ഹയർ ഓർഡർ ക്വസ്റ്റ്യൻസ് ആണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഈ ടാസ്കിലുള്ളത്. ഈ ടാസ്ക് ആണ് എനിക്ക് അവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യം. അപ്പോ ഞാൻ ഇതിന് ആ ഇൻസ്ട്രക്ഷൻ ഡിസൈനിൽ ഞാൻ എടുത്ത് ഇൻസ്ട്രക്ഷൻ ഡിസൈനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു അസൈൻമെന്റ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ ഡിസൈനിൽ പറഞ്ഞിരിക്കുന്നത് വീഡിയോ ലിങ്ക് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാവുന്ന അസൈൻമെന്റ് ആണ്. അസൈൻമെന്റിന്റെ ഉദ്ദേശം എന്താ, ഐഡന്റിഫൈ ദ ലെവൽസ് ഓഫ് ലേണിംഗ് ബ്ലൂംസ് ടാക്സോണമി കറസ്പോണ്ടിങ് ടു ഈച്ച് ക്വസ്റ്റ്യൻ ഫ്രം എ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ റിലേറ്റഡ് ടു ദ സബ്ജക്ട് ഓഫ് യുവർ ചോയ്സ്. അപ്പോ ഇതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ടത് എന്തിലാണ്, അതിന് വേണ്ട ഫയൽ ഞാൻ കൊടുക്കും. ഇതാണ് അസൈൻമെന്റ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പോവാം. നമ്മളുടെ സൈറ്റ് എടുക്കട്ടെ. ഇതെല്ലാം കൂടി ഇങ്ങനെ കിടക്കുമ്പോൾ സൈറ്റ് എടുക്കുന്നു. ഓക്കെ, അപ്പോ ഇവിടെ ഞാൻ അസൈൻമെന്റ് ആഡ് ചെയ്യാൻ പോകുന്നു. ആഡ് ആൻഡ് ആക്ടിവിറ്റി. അതില് അസൈൻമെന്റ് എന്ന് പറയുന്നത് ടോപ്പിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മളുടെ ഈ ഫ്രീ വേർഷൻ ഓഫ് നമ്മളുടെ ജിനോമിയോ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസും റിസോഴ്സും ഇതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയില്ല. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് നമ്മളൊരു ഫോർമാറ്റ് ഇട്ട് കൊടുക്കുന്നു. അവർ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ആ ഫോർമാറ്റിനനുസരിച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് വിക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്കിപീഡിയ ഒരു കമ്മ്യൂണിറ്റിയാണ്. കുറെ ആളുകൾ ചേർന്നിട്ടാണ് ഒരു ടോപ്പിക്കിനെ കുറിച്ച്. അപ്പോൾ ഒരു വിക്കി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസ് ഇങ്ങനെ പല കണ്ടന്റ് കൊണ്ടുവന്നിട്ടുന്നു. ഇങ്ങനെ ഇപ്പൊ ലെസൺ അങ്ങനെ പല ആക്ടിവിറ്റീസ് ഇതിൽ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എടുക്കുന്നത്. അടുത്ത സെഗ്മെന്റിലൊക്കെ ഇപ്പൊ നമ്മുടെ കയ്യിൽ കണ്ടന്റ്, അതായത് കോഴ്സസ് വന്നു, കോഴ്സിൽ എങ്ങനെ കണ്ടന്റ് എടുക്കാം, അതിൽ പുതിയ പെഡഗോഗി നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ അസൈൻമെന്റ് ആണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. അസൈൻമെന്റ് അപ്പൊ എന്ത് ക്ലിക്ക് ചെയ്യുമ്പോഴും വരുന്നത് ഒരു ഫോറം പൂരിപ്പിച്ചു കൊടുക്കുക എന്നാണ്. ഈ ഫോറം പൂരിപ്പിച്ചു കൊടുക്കാൻ പോവുക. അപ്പൊ ഇവിടെ അസൈൻമെന്റിന്റെ ഒരു ടോപ്പിക് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ
paper using Bloom's taxonomy. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് യൂസ് ഇതിൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതണം. ഞാനിവിടെ ഓൾറെഡി എൻ്റെ ഇതില് ഞാനൊരു ഇത് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. അതായത് ഇൻസ്ട്രക്ഷൻ ഡിസൈൻ ഉണ്ടല്ലോ, ഇവരെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇവിടെ ഐഡന്റിഫൈ അത് ഞാൻ കോപ്പി ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ടു. ഇതാണ് ചെയ്യേണ്ടത്. കണ്ടോ, ഇതാണ് ചെയ്യേണ്ടത്. കണ്ടോ, ഇതാ ചെയ്യേണ്ടത്. ഇത് ഡിസ്പ്ലേ, ഇതിപ്പോ ഞാൻ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഫ്രണ്ട് പേജിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ അത് കൂടുതൽ കൺജസ്റ്റഡ് ആവും. അപ്പൊ അത് അസൈൻമെന്റിൽ കയറി കഴിഞ്ഞിട്ട് കണ്ടാൽ മതി. പിന്നെ ആ ഫയൽ എടുത്ത് ഇവിടെ ഇടണം. ആ ഫയല്, ആ അസൈൻമെന്റിന്റെ ആ ഫയൽ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇടണം. ആ ഫയല് ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ. ഫയലൊക്കെ എടുത്തിടാനുള്ള കാര്യം തൽക്കാലത്തേക്ക് ഞാനിത് ഈ സൈഡിൽ കൊണ്ട് ഇങ്ങനെ കാണിച്ചു നമ്മൾ കിടന്നോളൂ. ഇതിങ്ങനെ വന്നിട്ട് ആ ഫയൽ ഏതാണെന്നു, ഇതാണ് ആ ഫയൽ. ഏതാ? ടാസ്ക് 1 എന്ന് പറഞ്ഞ ഫയല്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു, കൺട്രോളിൽ ഞെക്കുന്നു, അതിങ്ങനെ വലിച്ചു ഇവിടെ കൊണ്ടുവരും. കണ്ടോ, ആ ഫയല് അവിടെ കൊണ്ടുവന്ന് ഇട്ടു. അപ്പൊ ഫയൽ അവിടെ റെഡിയായി. ഓക്കെ, ഇനി ഈ അസൈൻമെന്റ് എന്ന് തൊട്ട് എന്ന് വരെയാണ് അവൈലബിൾ ആയിരിക്കേണ്ടത് എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എലൗ സബ്മിഷൻസ് ഫ്രം, കേട്ടോ. അപ്പൊ നിങ്ങൾ എലൗ സബ്മിഷൻസ് ഫ്രം ഏത് ഡേറ്റ് തൊട്ടാ? 23-ാം തീയതി തൊട്ട് സബ്മിഷൻസ് തുടങ്ങാം. 23-ാം തീയതി സബ്മിഷൻ തുടങ്ങാം. ഏത് ഡേറ്റ് വരെയാണ് സബ്മിഷൻ ഉള്ളത്? അതായത് 23 തൊട്ട് 30-ാം തീയതി വരെ ഒരാഴ്ച സമയം കൊടുത്തിട്ടുണ്ട്. പിന്നെ കട്ട് ഓഫ് ഡേറ്റ് ഒന്നും കൊടുക്കണ്ട. കാര്യം പിള്ളേര് അഥവാ അത് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അവർ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ നമ്മളത് ഇതിന്റെ ഈ ഡേറ്റ് ഒക്കെ മാറ്റി കൊടുക്കേണ്ടി വരും. റിമൈൻഡ് മീ ഗ്രേഡിനെ കുറിച്ച് ഡീറ്റെയിൽസ്. ഇനി സബ്മിഷന് നമുക്ക് ഫയലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഫയൽ സബ്മിറ്റ് ചെയ്യുക. കാര്യം എന്താ, നമ്മളെ ഫയൽ ഞാൻ കാണിച്ചു തന്നു. ആ ഫയൽ പൂരിപ്പിച്ചിട്ട് സേവ് ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഫയൽ സബ്മിഷൻ ആണ്. പിന്നെ അവർക്ക് എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ അതിനെ കൂടി എന്തെങ്കിലും റിമാർക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ വേണ്ട, ഓൺലൈൻ ടെക്സ്റ്റ് സബ്മിഷനോടൊപ്പം തന്നെ ഫയലിനോടൊപ്പം തന്നെ എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതാം. വേർഡ് ലിമിറ്റ് ഒന്നും ഞാനിവിടെ എഴുതുന്നില്ല. മാക്സിമം സൈസ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ അവിടെ ഇടുന്നില്ല ഇപ്പോ. പിന്നീട് ഫീഡ്ബാക്ക് ടൈപ്പ് നമുക്ക് അതിനെ കുറിച്ച് വേണ്ട. വേറെ ഇതില നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് സബ്മിഷൻ സെറ്റിംഗ്സ് എന്ന് നോക്കാം. റിക്വയർ സ്റ്റുഡൻസ് ടു ക്ലിക്ക് ദ ബട്ടൺ. ഓക്കെ, അതിന് വേറെ ഡിഫോൾട്ട് ഒന്നും ചേഞ്ച് ചെയ്യണ്ട. പിന്നെ വേറത് ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അസൈൻമെന്റ് എത്ര മാർക്കിലാണ്? ഈ ചെറിയൊരു അസൈൻമെന്റ് എടുത്തിട്ട് 100 മാർക്കിന് ഇടുന്ന കാര്യമില്ല. ഇതിൽ നമുക്ക് പല പല ഗ്രേഡ് കിട്ടും. ഒന്ന് സ്കെയിലോ, നമുക്ക് പോയിന്റ് ഗ്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, 10 മാർക്കിൽ മതി. 10 1, 2, 3 എന്നുള്ള പോയിന്റ് ഗ്രേഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. 10 മാർക്കിലാണ് ഈ അസൈൻമെന്റ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ ഒന്നും വേണ്ട. പിന്നെ ഇവിടെ ആക്ടിവിറ്റി കംപ്ലീഷന്റെ കാര്യം നമ്മൾ എപ്പോഴും ഡു നോട്ട് ഇൻഡിക്കേറ്റ്, അല്ലെങ്കിൽ പിന്നെ അപ്പൊ അവിടെ നമ്മളുടെ ആ ഹോം പേജ് വളരെ കൺജസ്റ്റഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പൊ അവിടെ സേവ് ആൻഡ് റിട്ടേൺ ചെയ്തപ്പോ അവിടെ വളരെ വ്യക്തമായിട്ട് നമുക്ക് അവിടെ കണ്ടോ, ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വിത്ത് യൂസിങ് ബ്ലൂംസ് ടാക്സോണമി. കണ്ടോ, ആ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് യൂസിങ് ബ്ലൂംസ് ടാക്സോണമി ഇവിടെ കണ്ടോ. അതിനകത്ത് കയറി കഴിഞ്ഞപ്പോ ഐഡന്റിഫൈ ദ ലെവൽ ഓഫ്, നമ്മൾ ആ ബോക്സിൽ ഇട്ടിരിക്കുന്ന ടെക്സ്റ്റ് ഇവിടെ വന്നു. ഇവിടെ ആ ഫയല് ഇവിടെ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് ആഡ് സബ്മിഷൻ എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ആ ഫയല് ഇവിടെ എടുത്ത് വലിച്ച് ഇടാം. ഡ്രാഗ് ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തിടാം. ഇവിടെ എന്തെങ്കിലും കണ്ടന്റ് നമ്മൾ സ്പേസ് കൊടുത്തല്ലോ, ഫയൽ മാത്രമല്ല എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് പിള്ളേർക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ സേവ് ചേഞ്ച് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ സബ്മിഷൻ്റെ ചെയ്യേണ്ടത്. അങ്ങനെ സബ്മിഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ സ്റ്റുഡൻസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വരും. സബ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇപ്പോ ഈ കോഴ്സിൽ 3 പേരാണ് എൻറോൾ ചെയ്തിട്ടുള്ളൂ. ഓർക്കുന്നുണ്ടാവും, ഞാനും തോമസും വേറെ ഒരു രവികുമാർ, 3 പേരേ ഉള്ളൂ. അപ്പൊ അവരുടെ സബ്മിഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കിട്ടും. അപ്പോൾ ആ സബ്മിഷന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ ആ ഗ്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇത് പോവാം. ഇവിടെ നമുക്ക് ആ സബ്മിഷൻ ഇവർ സബ്മിറ്റ് ചെയ്ത കണ്ടന്റ് നമുക്കിവിടെ വായിക്കാൻ പറ്റും. ആ കണ്ടന്റ് ഇവിടെ വായിക്കാൻ പറ്റും. ആ കണ്ടന്റിന് എത്ര മാർക്ക് കൊടുക്കാം എന്നുള്ളത്, ഇപ്പൊ ഗ്രേഡ് 10 8 ഇങ്ങനെയുള്ള ഗ്രേഡുകൾ നമുക്ക് ഇവിടെ ഇടാൻ പറ്റും.
ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ അസൈൻമെന്റും സബ്മിഷനെ സംബന്ധിക്കുന്ന കാര്യവും അതിന്റെ ഗ്രേഡിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഞാനിവിടെ പറഞ്ഞു. അപ്പോ കുട്ടികൾക്ക് പഠിക്കാനുള്ള കണ്ടന്റ് അവിടെ ഷോക്കേസ് ചെയ്തു. ഒരു അസൈൻമെന്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കണ്ടു. അസൈൻമെന്റ് സെറ്റ് ചെയ്തതിനു ശേഷം അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ സ്റ്റുഡൻസിന്റെ സബ്മിഷൻ, എൻറോൾ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ അവർ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഓരോന്നും നമുക്ക് മാറ്റി മാറ്റി അവരുടെ ആ ഒരു സബ്മിഷന്റെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും. അതിന്റെ ഗ്രേഡും അവിടെ എൻ്റർ ചെയ്യാൻ പറ്റും. അതോടെ നമുക്ക് അവിടെ ആ ഗ്രേഡിങ്ങും അവിടെ കഴിയും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ ഞാൻ ഒരു ക്വിസ് ഇതും കൂടി ഇതിലേക്ക്, സമയമുണ്ട്, നമ്മൾ സമയം അതിക്രമിച്ചില്ല, ഒരുപാട് ലേറ്റ് ആവുന്നതും നിങ്ങൾക്ക് ഒരു മോശം ഇതാണ്, ബിക്കോസ് ആഫ്റ്റർ എ ഫുൾ ഡേസ് ടൈറ്റ് ഷെഡ്യൂൾ. ഇനി ഇവിടെ അപ്പൊ നമ്മള് പ്രസന്റേഷൻ കഴിഞ്ഞു. അപ്പൊ അസൈൻമെന്റിന്റെ കണ്ടല്ലോ, ഒരു ഫയല് അസൈൻമെന്റിന് വേണ്ടി ഞാൻ അവിടെ കൊടുത്തു. ആ ഫയൽ എടുത്തു, അവരത് വർക്ക് ചെയ്തു, അത് സേവ് ചെയ്തു, അതിലേക്ക് പോപ്പുലേറ്റ് ചെയ്തു, അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എടുത്തു. ആ അസൈൻമെന്റ് ഗ്രേഡ് ചെയ്യുന്നത് വരെ നമ്മൾ കണ്ടു. ഇതുണ്ടോ, വ്യൂ ഓൾ സബ്മിഷൻസ് ആൻഡ് ഗ്രേഡ് എന്ന്, വ്യൂ ഓൾ സബ്മിഷൻസ് ആൻഡ് ഗ്രേഡ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇതുണ്ടോ, സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ആൾ എത്ര സബ്മിറ്റ് ചെയ്തു, പേജ് 1. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ സബ്മിഷന്റെ കാണാൻ പറ്റും. എന്നിട്ട് അവിടെ ആ ഗ്രേഡ് എൻ്റർ ചെയ്തിട്ട് ഇവിടെ സേവ് ചെയ്ത് പോയാൽ മതി. ഞാൻ ഒന്നും കൂടി ഗ്രേഡിനെ കുറിച്ച് ഒന്ന് ഓർപ്പിച്ചതാണ്. അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തത് ഞാൻ ഒരു ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരു ഡിസൈൻ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് എങ്ങനെ ഇരിക്കണോ എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഡിസൈനാണ് നമ്മളിവിടെ കണ്ടത്. ഈ ഡിസൈൻ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ആയോ നോക്കട്ടെ. PPT ആയിട്ടുണ്ട്, PDF ആയിട്ടുണ്ട്, വീഡിയോ ഞാൻ ചെയ്തു, അസൈൻമെന്റ് ചെയ്തു, ഒരു ക്വിസ് ഞാൻ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യണം. ക്വിസ്, അപ്പൊ ക്വിസിന് അതിൻ്റെ അകത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഈ ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ സെറ്റ് ചെയ്യേണ്ടത്. ആ ക്വസ്റ്റ്യൻസ് അവിടെ സെറ്റ് ചെയ്യണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ ലോവസ്റ്റ് ലെവൽ ഇൻ ലേണിംഗ് അക്കോർഡിംഗ് ടു ബ്ലൂംസ് ടാക്സോണമി. രണ്ടാമത്തത്, അണ്ടർസ്റ്റാൻഡിംഗ് ഇസ് എ ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ്, ട്രൂ ഓർ ഫോൾസ്. മൂന്നാമത്തത്, ലിസ്റ്റ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ്, ഇത് നമ്മൾ അപ്പൊ ഇത് മൾട്ടിപ്പിൾ ചോയ്സ്, ഇത് ട്രൂ ഓർ ഫോൾസ്, ഇത് ഷോർട്ട് ആൻസർ എഴുതുന്ന ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ ക്വിസിലെ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഒന്ന് നോക്കാം. പല വെറൈറ്റി ഉണ്ട്. ഞാൻ തൽക്കാലത്തേക്ക് ഈ ഒരു 3 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ വി ആർ ഗോയിങ് ടു ദ ക്വിസ്. അപ്പൊ നമ്മളുടെ ഒരു കൺക്ലൂഷൻ ഫേസിലോട്ടൊക്കെ കടന്നു പോകുന്ന ഒന്നാണ്. അപ്പൊ ആഡ് ആൻ ആക്ടിവിറ്റി അവിടെ കൊടുത്തു. ആഡ് ആൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മുടെ ക്വിസ് നോക്കിക്കോളൂ. ക്വിസ് കണ്ടോ, ഇവിടെ 3ാമത്തെ റോയിൽ ഇവിടെ കിടക്കുന്നുണ്ട് ക്വിസ്. കണ്ടോ, ക്വിസ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ എന്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ഇപ്പോൾ നമുക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലായി. ഫസ്റ്റ്, എന്ത് ആക്ടിവിറ്റി, ഒരു കോഴ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ കോഴ്സിന്റെ ഉള്ളിൽ ഓരോ ആക്ടിവിറ്റി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആദ്യം നമ്മൾ ഒരു ഫോറം പൂരിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് കൊടുക്കും. ആ ഫോറത്തിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കസ്റ്റമൈസേഷൻ ഒക്കെ നമ്മൾ എഴുതി കൊടുക്കുക. അപ്പൊ ക്വിസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഒരു ക്വിസിന് ക്വിസ് ഓൺ ബ്ലൂംസ് ടാക്സോണമി. ഇതിലെ ക്വിസിന് വേറെ പ്രത്യേകിച്ച് ഡിസ്ക്രിപ്ഷൻ ഒന്നും വേണ്ട. ഈ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് എന്ന് ക്വിസ് അവൈലബിൾ ആവണം, ക്വിസ് എന്ന് വരെ വേണം. അപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ അവൈലബിൾ ആയി 30-ാം തീയതി വരെ ക്വിസ് അവൈലബിൾ ആയിരിക്കട്ടെ. 30-ാം തീയതി വരെ ക്വിസ് അവൈലബിൾ ആയിരിക്കണം. ഇനി ക്വിസ് നമുക്ക് വേണമെങ്കിൽ ടൈം ലിമിറ്റ്, ക്വിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു 10 ക്വസ്റ്റിന് 10 മിനിറ്റ് മതിയെങ്കിൽ നമുക്ക് ഇവിടെ ടൈം ലിമിറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം 10. അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ടൈം ലിമിറ്റ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ when time expires ചെയ്ത് ടൈം ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്നുള്ളതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കൊടുക്കാം. പിന്നെ ക്വിസിന്റെ ഗ്രേഡ് നമ്മൾ ഇതിന്റെ ക്വിസിന്റെ ഗ്രേഡിനെ കുറിച്ച് നമ്മൾ നോക്കിക്കോളൂ. ഇവിടെ അൺകാറ്റഗറൈസ്ഡ്, കാര്യം നമ്മൾ ഇതിനു മുമ്പ് വേണമെങ്കിൽ ഒരു ഗ്രേഡ് ബുക്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രേഡ് ബുക്കിൽ ഏത് കാറ്റഗറിയിലേട്ടാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അത് കുറച്ചുകൂടി ഹയർ ലെവലാണ്. ഈ സ്റ്റേജിൽ ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെ പാസ് മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല. അറ്റംപ്റ്റ്സ് അലൗഡ്, ഇപ്പൊ അൺലിമിറ്റഡ് ആണെന്നുണ്ടെങ്കിൽ പലവട്ടം കുട്ടികൾ ചെയ്യും. ഇപ്പൊ ഞാൻ ഒരു അറ്റംപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഹയസ്റ്റ് വരുന്നില്ല.
അപ്പൊ ഞാനിവിടെ അൺലിമിറ്റഡ് കുട്ടികൾക്ക് എത്ര വേണമെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ എന്താ ചെയ്യുന്നത്, ഹയസ്റ്റ് ഗ്രേഡ്, ആ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗ്രേഡ് എടുക്കുക. പക്ഷെ ഒരു അറ്റംപ്റ്റ് ഉള്ളെന്നുണ്ടെങ്കിൽ അവിടെ ഹയസ്റ്റ് ഗ്രേഡ് പോവില്ല, ഉണ്ടാവില്ല. അങ്ങനെയുള്ള എത്ര അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ അവിടെ കൊടുത്തു. പിന്നെ ഇതിന്റെ അപ്പിയറൻസിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നും നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. ഇതുണ്ടാ ഇതിന്റെ അപ്പിയറൻസ് ഡീറ്റെയിൽസ്, നോ ഇമേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ആക്ടിവിറ്റി കംപ്ലീഷൻ്റെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. ആക്ടിവിറ്റി കംപ്ലീഷൻ്റെ ഇത് ഇങ്ങനെ കമന്റ് ചെയ്തിടും, എന്നിട്ട് സേവ് ആൻഡ് റിട്ടേൺ ടു ദ കോഴ്സോ അല്ലെ സേവ് ആൻഡ് ഡിസ്പ്ലേ എന്നുള്ള രീതിയിലേക്ക് പോകാം. അപ്പൊ അവിടെ നമ്മൾ ആ ക്വിസ് എന്നുള്ളത് അവിടെ സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ക്വിസിലേക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഇവിടെ അസൈൻമെന്റ് സെറ്റ് ചെയ്തപ്പോൾ ഓൾറെഡി അസൈൻമെന്റ് അവിടെ ചാലുവാണ്. കാരണം അസൈൻമെന്റിന് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട. അവിടെ നമുക്ക് വേണ്ട മെറ്റീരിയൽസ് ആദ്യത്തെ ഫോറത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ക്വിസിലേക്ക് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ വേണ്ടി, ഈ ക്വിസിലേക്ക് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്തു കേട്ടോ. ആ ക്വിസിലേക്ക് ക്ലിക്ക് ചെയ്തു. ക്വിസിലേക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടോ ഇതുണ്ടോ, നമുക്ക് ഇവിടെ ഈ ഡ്രോപ്പ് ഡൗണിലേക്ക് വന്നിട്ട് ഇതുണ്ടോ, എഡിറ്റ് ക്വിസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇപ്പൊ ക്വിസിൽ നമ്മൾ കയറി, ആദ്യ ക്വിസിൽ സേവ് ചെയ്യുമ്പോൾ ക്വിസ് നമ്മളുടെ ഈ പറയുന്ന നമ്മൾ LMS ഷോക്കേസ് ചെയ്യും. എന്നിട്ട് ആ ക്വിസിൽ കയറിയിട്ട് ഇവിടുത്തെ ആ സെറ്റിംഗ് ബട്ടണിൽ കയറി എഡിറ്റ് ക്വിസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. എഡിറ്റ് ക്വിസ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ഇന്റർഫേസ് കിട്ടും. ഇതിൽ റൈറ്റ് സൈഡിൽ ആഡ് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടോ, ആഡ്. ഇവിടെയാണ് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ പോകുന്നത് അവിടെയാണ്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ബിക്കോസ് ഇവിടെ ഇത് കണ്ടോ, ഇപ്പൊ ഇത് കുറച്ച് അസൗകര്യം ഉണ്ടാക്കണ്ട. ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ കേട്ടോ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് മാറും. രണ്ടാമത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങോട്ട് വരും. ആ ലെഫ്റ്റിലുള്ളത് കാര്യം അത്ര സ്പേസ് എനിക്ക് അവിടെ കിട്ടും. ഇത് ആഡ് കൊടുത്തു, ആഡ് എ ന്യൂ ക്വസ്റ്റ്യൻ, ഒരു ന്യൂ ക്വസ്റ്റ്യൻ. അപ്പോ ഇത്രയും വെറൈറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പൊ ഈ ഒരു 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് കാണിക്കാം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്യാം. ഒരുപാട് പോസിബിലിറ്റി നമുക്ക് ഇവിടെ ഉണ്ട്. ആദ്യത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് ആഡ് ചെയ്യുവാണ്. ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഇതുണ്ടോ, കാറ്റഗറി OB ന്യൂവിലാണ് ഈ ക്വിസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ അവിടെ ഒന്നും മാറ്റുന്നില്ല. ക്വസ്റ്റ്യൻ നെയിം Q1, ക്വസ്റ്റ്യൻ 1, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആ ക്വസ്റ്റ്യന്റെ ടെക്സ്റ്റ് ഇവിടെ എടുത്തിടാം. ഏതാ? വിച്ച് ഇസ് ദ ലോവസ്റ്റ് ലെവൽ ഓഫ് ലേണിംഗ് അക്കോർഡിംഗ് ടു ബ്ലൂംസ് ടാക്സോണമി. സെർച്ച് ചെയ്യുമ്പോൾ കോപ്പി ചെയ്യുമ്പോൾ മൊത്തം വരണം. അല്ലെങ്കിൽ നേരത്തെ എനിക്ക് തോന്നുന്നത് നമ്മൾ ആ വീഡിയോ എൻട്രി ചെയ്തപ്പോൾ ഇതുപോലെ ഈ ലാസ്റ്റത്തെ സംഗതി വന്നിട്ടില്ല. അതാണ് അവിടെ ഒരു എറർ അടിച്ചത്. പേസ്റ്റ് ടാക്സോണമി ഫൈൻ. അത് ക്വിസ് 10 മാർക്കിനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അവിടെ ക്വസ്റ്റ്യൻ 1 മാർക്ക്. ഓക്കെ, ജനറൽ ഇൻസ്ട്രക്ഷൻസ് അതൊന്നും നമുക്ക് അവിടെ വേണ്ട. വേറെ കാര്യങ്ങളൊന്നും വേണ്ട. ഇനി ചോയ്സ് എന്തൊക്കെയാണ് ഇതില്? ശരിക്കും ലോവസ്റ്റ് ലെവൽ ഓഫ് ബ്ലൂംസ് ടാക്സോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, മൾട്ടിപ്പിൾ ആൻസേഴ്സ് അലൗഡ്. അപ്പൊ മൾട്ടിപ്പിൾ ആയിട്ട് ചിലപ്പോ ഒരു മൾട്ടിപ്പിൾ ചോയ്സിൽ 2 ആൻസർ കറക്റ്റ് ഒക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഒരു ആൻസർ കറക്റ്റ് ഉള്ളൂ. അപ്പൊ മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ആൻസേഴ്സ്, കറക്റ്റ് ആൻസേഴ്സ്, അതിന്റെ വെയിറ്റേജ് ഒക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ തൽക്കാലത്തേക്ക് ഓരോന്നിന്റെ ആൻസർ നമുക്ക് ഇവിടെ ഇടാം. ആദ്യത്തേത് അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ നിങ്ങളുടെ വിഷയത്തിലുള്ള ഒരു ടോപ്പിക് ഇട്ടോളൂ കേട്ടോ. ഈ അണ്ടർസ്റ്റാൻഡിങ് തെറ്റാണ്. അണ്ടർസ്റ്റാൻഡിങ് അല്ല ലോവസ്റ്റ്, റിമെമ്പറിംഗ് ആണ്. അപ്പോ അണ്ടർസ്റ്റാൻഡിങ്ങിന് നമുക്ക് വേറെ മാർക്കൊന്നും കൊടുക്കുന്നില്ല. അണ്ടർസ്റ്റാൻഡിങ്ങിന് പ്രത്യേകിച്ച് മാർക്കൊന്നും ഇല്ല. അതിന് കിട്ടാവുന്ന ഇത് റോങ് ആൻസർ. ഫീഡ്ബാക്ക് കൊടുക്കാവുന്ന റോങ് എന്നാണ്. രണ്ടാമത്തത് കൊടുക്കുന്ന റിമെമ്പറിംഗ് ആണ്. റിമെമ്പറിംഗിന് എന്ത് ഗ്രേഡ് വേണം? റിമെമ്പറിംഗിന് ഫുൾ മാർക്കാണ്. റിമെമ്പറിംഗ് ഈ 5 എണ്ണത്തിൽ 1 കറക്റ്റ് ഉള്ളൂ. അപ്പൊ അതിന് ഫുൾ മാർക്ക് കൊടുക്കുക. 2 എണ്ണം കറക്റ്റ് ഉണ്ടെങ്കിൽ എത്ര ശതമാനം വേണമെന്നുള്ള ഡിവൈഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ, അത് കറക്റ്റ് ആണ്. പിന്നെ മൂന്നാമത്തെ ആൻസർ ആപ്ലിക്കേഷൻ. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ ആണ്, നൺ ആണ്. അവിടെ റോങ്.
നാലാമത്തത് ക്രിയേറ്റിംഗ് നൺ റോങ്. കണ്ടോ? അഞ്ചാമത്തത് അനലൈസിങ് നൺ റോങ്. കണ്ടോ? ഇനി നിങ്ങൾക്ക് ഓപ്ഷൻസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ കമ്പൈൻഡ് ഫീഡ്ബാക്ക് വേണം, മൾട്ടിപ്പിൾ ടയേഴ്സ് അതിവിടെ ആവശ്യമില്ല. നമ്മൾ മൾട്ടിപ്പിൾ ഒന്നുമില്ല. സേവ് ആൻഡ് കണ്ടിന്യൂഡിറ്റി. ഓക്കെ, അപ്പൊ അവിടെ ജസ്റ്റ് ഞാനൊന്ന് ഇതിലേക്ക് ഒന്ന് പോയി നോക്കട്ടെ. നമ്മളുടെ ക്വിസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒന്ന് നോക്കാം. ആ ക്വിസിലേക്ക് ഒന്ന് കയറാം. കണ്ടോ? ആ ക്വിസിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അയ്യോ, അവിടെ നമ്മൾ സേവ് ചെയ്തപ്പോൾ കറക്റ്റ് ആയില്ല. എഡിറ്റ് ക്വിസ് ഒന്നും കൂടി ആഡ് ചെയ്യാം. ആഡ് എ ന്യൂ ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ ചോയ്സ്, ആഡ് അവിടെ ക്വസ്റ്റ്യൻ 1. ക്വസ്റ്റ്യൻ 1 ആ ചോദ്യം എന്തായിരുന്നു? അത് ഇതിൽ ഞാനത് കോപ്പി ചെയ്തിട്ടുള്ളതാണ്. ഇത് കോപ്പി ചെയ്തിട്ടുള്ളതാണ്. പേസ്റ്റ്. ഓക്കെ, ഇത് വന്നു. ഒരു മാർക്ക്. പിന്നെ ഇതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ഇതൊന്നും വേണ്ട. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കൊടുക്കാം റിമെമ്പറിങ്ങിന് ആണ് ഫുൾ കറക്റ്റ് ആണ്, അത് കറക്റ്റ് ആണ്. ബാക്കിയൊക്കെ തെറ്റ്. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് അത് റോങ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് റോങ്. അപ്ലൈ അതിന് മാർക്കൊന്നുമില്ല, മാർക്കും ആദ്യത്തിന് മാത്രമേ ഉള്ളൂ, അത് റോങ്. ചോയ്സ് 3 റോങ്. ഇത് ഇവാലുവേഷൻ അത് റോങ് ആണ്. ക്രിയേറ്റ് അത് റോങ് ആണ്. അപ്പോ ഇതാണ് ഉള്ളത്. അപ്പോ ഇപ്പൊ നമ്മള് സേവ് ചേഞ്ച് കൊടുക്കുക. അപ്പോ ആ ക്വസ്റ്റ്യൻ അവിടെ വന്നിട്ടുണ്ടാകും. വിച്ച് ഇസ് ദ ലോവസ്റ്റ് ലെവൽ ഓഫ് ബ്ലൂംസ് ടാക്സോണമി? ആ ക്വസ്റ്റ്യൻ അവിടെ വന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആഡ് ചെയ്തു. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ആഡ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ആഡ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടി, ഒരു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ കൂടി ആഡ് ചെയ്യാം. ട്രൂ ഓർ ഫോൾസ് ആഡ് ചെയ്തു. ട്രൂ ഓർ ഫോൾസ് ആഡ് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ 2 ടൈമും കൂടി ഒന്ന് നോക്കിയേക്കാം. നമ്മൾ കൂടുതൽ ഈ ക്വസ്റ്റ്യൻ 2 എന്തായിരുന്നു? ഞാൻ ഓൾറെഡി ഇത് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ 2 എന്തായിരുന്നു വെച്ചാൽ ഇതുണ്ടോ? അണ്ടർസ്റ്റാൻഡിങ് ഈസ് ദ ഹയസ്റ്റ് ലെവൽ. ഐ തിങ്ക് കാര്യം ഈ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻസിന്റെ ലെവൽ അനുസരിച്ച് there are higher order thinking questions and lower order thinking questions. ആപ്ലിക്കേഷൻ ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ലോവർ ഓർഡർ തിങ്കിങ് ആണ്. അതിന്റെ മുകളിലൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഹയർ ഓർഡർ. ബിക്കോസ് ന്യൂ എക്സാമിനേഷൻ റിഫോംസ് ഒക്കെ പറയുന്നത് ഹയർ ഓർഡർ തിങ്കിങ്സിന് പ്രയോറിറ്റി കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഇതില് വേറെ ജനറൽ ഫീഡ്ബാക്ക് ഒന്നുമില്ല. ഇവിടെ ഫോൾസ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അണ്ടർസ്റ്റാൻഡിങ് ഹയർ ഓർഡർ തിങ്കിങ് സ്കില്ലാണ് ആൻസർ. ഇത് ഫോൾസ് എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ. ഫോൾസ് ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇവിടെ ഇവർക്ക് കൊടുക്കാവുന്ന റെസ്പോൺസ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് ആ റെസ്പോൺസ് ഉള്ളത്. ഇതുണ്ടോ? ഫീഡ്ബാക്ക് ഫോർ ദ ട്രൂ റെസ്പോൺസിന് ഫോൾസ്, റോങ്. ട്രൂ റെസ്പോൺസ് കറക്റ്റ് ആൻസർ ഫോൾസ് ആണ്. അപ്പൊ ട്രൂ റെസ്പോൺസ് വന്നാൽ റോങ് കൊടുക്കാം. ഫോൾസ് വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ഇത് സേവ് ചെയ്യാം.
സേവ് ദ ചേഞ്ച്. അപ്പൊ 2 ക്വസ്റ്റ്യൻസ് അവിടെ ആഡ് ചെയ്തു. ഇതേപോലെ ക്വസ്റ്റ്യൻസ് ക്വിസിൽ ആഡ് ചെയ്ത് പോയാൽ മതി, നമുക്ക് ടൈം കൂടുതൽ വരുന്നു. അപ്പോൾ ഇവിടെ ഇതുണ്ടോ, ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റംപ്റ്റ് ക്വിസ് നൗ, നമുക്ക് ആ ക്വിസ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാം കേട്ടോ. ആ ക്വിസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം. ഇപ്പൊ ഞാനിട്ട ക്വിസ് ഇതുണ്ടോ ഇവിടെ, വിച്ച് ഇസ് ദ ലോവസ്റ്റ് ലെവൽ, ബ്ലൂംസ് ടാക്സോണമിയിലെ ലോവസ്റ്റ് ലെവൽ ഏതാണെന്നുള്ളത്. ഇവാലുവേഷൻ ആണോ, ഏതാ, റിമെമ്പറിങ്, ഇതുണ്ടോ റിമെമ്പറിങ്. ഓക്കെ, അപ്പൊ അതാണ് റിമെമ്പറിങ് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് പേജ്. അണ്ടർസ്റ്റാൻഡിങ് ഇസ് ആൻ ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ്. അത് അണ്ടർസ്റ്റാൻഡിങ് ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽ അല്ല, അറ്റംപ്റ്റ്, ഫിനിഷ് അറ്റംപ്റ്റ് കണ്ടോ. ഓക്കെ, സബ്മിറ്റ് ഓൾ ആൻഡ് ഫിനിഷ്. സബ്മിറ്റ് ചെയ്തപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടോ, കറക്റ്റ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ട്രൂ കണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഒരു സംഗതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഇത് എടുത്തു. അപ്പൊ ഇനിയിപ്പോ മൊത്തത്തിൽ നോക്കിക്കേ, ഇനിയിപ്പോ വിചാരിക്കും നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് തിരിക്കാം. ഇതിന് അസസ്മെന്റ്, ഇത് പ്രാക്ടീസ്, ഇത് അസൈൻമെന്റ് എന്ന് പറയുന്നത് അതിനകത്ത് അസസ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പൊ ഇത് വേണമെങ്കിൽ നമുക്ക് അസൈൻമെന്റ് എന്നുള്ള ഒരു ടൈറ്റിൽ കൊടുക്കണമെന്ന് വിചാരിക്കും. അസൈൻമെന്റ് ഇവിടെ ടെസ്റ്റിംഗ് എന്നാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ആഡ് ഇതും കൂടെ ഒന്ന് കാണിക്കാം. ഒരു ലേബിള് കൊടുക്കുക. ഇത് അസൈൻമെന്റ് ഒന്നെടുത്തിട്ട് ഞാനതെടുത്ത് ഒരു മീഡിയം ഒന്ന് ബോൾഡൊക്കെ ചെയ്ത് കൊടുത്തിട്ട് സേവ് ചെയ്തു. ഈ സാധനം എപ്പോഴും വരുന്നുണ്ട്. അത് കളയാൻ വേണ്ടി നമുക്ക് ഇത് ആക്ടിവിറ്റി കംപ്ലീഷനിൽ വന്നിട്ട് അതില് സ്റ്റുഡന്റ് മാർക്ക് ഇതുണ്ട്, ഷോ ഡു നോട്ട് ഇൻഡിക്കേറ്റ് ആക്ടിവിറ്റി കംപ്ലീഷൻ. അപ്പൊ അതുണ്ടോ അസൈൻമെന്റ്. അപ്പൊ ഇതാണ് എന്ത് അവർക്ക് കൊടുത്ത അസൈൻമെന്റ്. അപ്പൊ വേണമെങ്കിൽ ഇതിങ്ങനെ എടുത്തിട്ട് അസൈൻമെന്റിന്റെ മുകളിൽ കൊണ്ടിടുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു കുറച്ചൊരു കാര്യം, ഇത് കാണുമ്പോൾ ഒരു രസം ഉണ്ടാവണം. ഇവിടെ കൊടുത്തിട്ട് ഇവിടെ ടെസ്റ്റ്, സമ്മേറ്റീവ് ടെസ്റ്റ് അത് കൊടുത്തു. ഇച്ചിരിയൊക്കെ ഒരു ഭംഗിയാക്കിക്കോ. എന്തായാലും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, സമ്മേറ്റീവ് ടെസ്റ്റ് ഇട്ട് 700. അയ്യോ സോറി, ഈ സാധനം വന്നു. ആക്ടിവിറ്റി, ഇതൊരു ആക്ടിവിറ്റി കംപ്ലീഷൻ്റെ അവിടെ പോയിട്ട് യു ക്യാൻ ജസ്റ്റ് ഡു നോട്ട് ഇൻഡിക്കേറ്റ്, അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതവിടെ ഇട്ടു 700. അപ്പൊ സമ്മേറ്റീവ് ടെസ്റ്റ് എതിർത്തിങ് കേട്ടോ. സോ ദിസ് ഇസ് ഒരു ഷോക്കേസ് ചെയ്തു എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ഒരു സംഗതി കസ്റ്റമൈസ് ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് തോന്നുന്നു അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത്. അപ്പൊ ഇതിൻ്റെ അകത്തുള്ള ഓരോ ആക്ടിവിറ്റി നിങ്ങൾക്ക് എടുക്കാം. ഇതിൻ്റെ അകത്ത് ഓരോ ആക്ടിവിറ്റി എടുക്കാം. ചാറ്റ് വേണമെങ്കിലും എടുക്കാം. ഇനി ഒരു കാര്യം കൂടി വേണമെങ്കിൽ നമ്മളുടെ ആ ഒരു പ്രിൻസിപ്പൽ ആയിട്ടുള്ള നമ്മളുടെ വെബ്സൈറ്റിൽ ഒരു ഫോറം ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫോറം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ട് ആഡ്. ഇവിടെ ഫോറം ഇതിൻ്റെ അകത്തില്ലേ, അസൈൻമെന്റ്, ചാറ്റ്, ചോയ്സ്, നോട്ട്, ആ ഫോറം ഇവിടെ ഉണ്ട് കണ്ടോ. ആ ഫോറം ഒന്ന് ക്ലിക്ക് ചെയ്തു. ആ ഫോറം എന്തെങ്കിലും കേബിൾ ഇങ്ങനെ വരും അല്ലെ, ഡിസ്കഷൻ ഫോറം. അല്ലെ, പ്ലീസ് register your doubts in this forum. കണ്ടോ, ഇത് ഡിസ്പ്ലേ കൊടുക്കുക. എന്നിട്ട് അവൈലബിലിറ്റി ഈ കോഴ്സ് ഉള്ളപ്പോ തൊട്ട്, ഈ കോഴ്സ് എന്ന് തുടങ്ങുന്നത് തൊട്ടല്ലേ, 23-ാം തീയതി തുടങ്ങി, കോഴ്സ് തുടങ്ങി, എനേബിൾ ചെയ്തു. പിന്നെ എന്ന് വരെ വേണം എന്നുള്ളത് 30-ാം തീയതി വരെ കോഴ്സ് ഇട്ടേക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യം. സബ്സ്ക്രിപ്ഷൻ, റേഞ്ചിങ്, ആക്ടിവിറ്റി കംപ്ലീഷൻ, അത് ഡു നോട്ട് ഇൻഡിക്കേറ്റ് കംപ്ലീഷൻ, അത് വേണ്ട. ഇതാണ് ഡിസ്കഷൻ ഫോറം. സേവ് ആൻഡ് റിട്ടേൺ. അപ്പോ കണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയി.
വളരെ ബ്യൂട്ടിഫുൾ ആയി. അപ്പോൾ ഒരു ഡിസ്കഷൻ ഫോറം കൂടി നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിസ്കഷൻ ഫോറത്തിൽ ചെന്നിട്ട് ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ ആഡ് എ ഡിസ്കഷൻ ടോപ്പിക്, ഒരു ഡിസ്കഷൻ ടോപ്പിക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഒരു ടോപ്പിക് ഫോർ ഡിസ്കഷൻ അല്ലെ, ഹൗ ഈസ് വാട്ട് ആർ ദ ചാലഞ്ചസ്, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വാട്ട് ആർ ദ ഇത് ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ റെലവെന്റ് ആയിട്ടുള്ള നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ NP 2020. What are the challenges? What are the challenges in challenges of NP 2020 related to higher education? ഞാൻ ആ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഫോറത്തില് അവിടെ ഒരു ഇത് വന്നു NP കണ്ടോ, NP ഞാൻ പോസ്റ്റ് ചെയ്തത്. അപ്പൊ അത് ഇങ്ങനെ എടുക്കാം. ഇത് ഇവരുടെ റവന്യൂ എന്ന് പറയുന്നത് ഇതുപോലത്തെ ആഡ് ആണ്. അപ്പൊ അത് നമ്മളെ ഫ്രീ കിട്ടുമ്പോൾ നമ്മൾ സഹിക്കണം. ചിലപ്പോൾ ഇതിനകത്ത് ഹാവ് എ ബ്രേക്ക്, ഹാവ് എ കിറ്റ്കാറ്റ്, അല്ല ഹാവ് എ കിങ് ഫിഷർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. അതൊക്കെ സഹിച്ചേ പറ്റും. അപ്പോൾ ഇത് ഇപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള, ഞാനാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന വാട്ട് ആർ ദ ചാലഞ്ചസ്. അതിന് ഇത് വേറെ സ്റ്റുഡൻസ് എടുത്തിട്ട് റിപ്ലൈ ചെയ്യാം. ഇങ്ങനെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഡിസ്കഷൻസും ഒക്കെ നമുക്ക് ഇവിടെ നടത്താം. അപ്പോൾ അതുകൊണ്ടോ ഇപ്പൊ നമ്മള് ഒരു കോഴ്സ്, അപ്പൊ നമ്മൾ ഇനി ഞാൻ ആ ഡാഷ്ബോർഡിൽ ചെല്ലുവാണ്. ഡാഷ്ബോർഡ് അവിടെ പോയി, ഡാഷ്ബോർഡ് വന്നു ഉണ്ടോ. ഈ ഒരു സംഗതി നമ്മൾ മൊത്തം ഇപ്പൊ ഇരുന്ന് ചെയ്തതാ. പുതിയ കണ്ട ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ റിവൈസ്ഡ് ക്ലിക്ക് ചെയ്തു. കണ്ട ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ഇവിടെ ഇ ലേണിംഗ് ഇൻട്രൊഡക്ഷൻ ടു OBE നിങ്ങൾക്ക് കൊടുക്കാവുന്ന എന്തെങ്കിലും അനൗൺസ്മെന്റ് ഉണ്ടെങ്കിൽ അവിടെ കൊടുക്കുക, അല്ലെ അല്ലെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് എൻട്രി ചെയ്യണം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെ ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ സിലബസ് കൊടുത്തു, ഒരു ഡിസ്കഷൻ ഫോറം കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് 1 നിങ്ങൾ പഠിപ്പിക്കേണ്ട കണ്ടന്റ് ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്ക് പ്രാക്ടീസിന് വേണ്ടിയുള്ള അസൈൻമെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സമ്മേറ്റീവ് ടെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വൺ യൂണിറ്റ് നിങ്ങൾ ചെയ്തു. ഇതുപോലെ തന്നെ യൂണിറ്റ് 2, 3, 4 എടുത്തു കൊടുക്കുക. എന്നിട്ട് സ്റ്റുഡൻസിനെ എൻറോൾ ചെയ്ത ഇപ്പൊ 3 പേരാണ്, തോമസ് അങ്ങനെയൊക്കെയുള്ള രവികുമാർ. ഇവർക്ക് ഞാൻ എൻ്റെ ഈ മെയിലും ഈ പറഞ്ഞ ജിനോമി സൈറ്റിന്റെ അഡ്രസ്സ് അവരുടെ യൂസർ നെയിം പാസ്വേഡ് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇപ്പൊ ഞാൻ കാണുന്ന പോലെ കാണാം. ഇതിൽ മാറ്റം വരുത്താൻ പറ്റില്ല. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യണം, ടേൺ എഡിറ്റിംഗ് ഓഫ്. അപ്പൊ ടേൺ എഡിറ്റിംഗ് ഓഫ് ആയിരുന്നാൽ ആ പേനയൊക്കെ പോയി ഇപ്പൊ നല്ല ഒന്നാം തരം ഒരു മൂഡിൽ സൈറ്റ് വിത്ത് എ വെരി ബ്യൂട്ടിഫുൾ കോഴ്സ്. ഇതാണ് നമ്മുടെ മൂഡിലെ ബേസ്. ഇനി ഇതിലേക്ക് പല പല കാര്യങ്ങൾ, ഒരു ലേണിംഗ് ആക്ടിവിറ്റിയോ ഒരു വർക്ക്ഷോപ്പ് ഫോർമാറ്റിൽ സം പെഡഗോഗിക്കൽ ഇൻപുട്സ് റിസോഴ്സസ് കുഡ് ബി ആഡഡ് ടു മേക്ക് ഇറ്റ് ബെറ്റർ.